ബെന്നി ലൈനിലുണ്ട്. നമ്മുടെ ബെന്നി യൂണിറ്റെക്. കേൾക്കുന്നുണ്ട്. താങ്ക് യു. പ്രൈസ് ലോർഡ്. പ്രൈസ് ദി ലോർഡ് ദേവദാസനെ. യൂണിറ്റ് TV എന്ന് പറഞ്ഞ അവിടെ ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം അവിടെ ഞാൻ വന്നിട്ടുണ്ട് അല്ലേ, യൂണിടെക്കില്. അതെ. പ്രൈസ് ദി ലോർഡ്. വലിയൊരു കുഞ്ഞുണ്ടായി ഓ ഗ്രേറ്റ്, കൺഗ്രാറ്റുലേഷൻ. പ്രാർത്ഥന ഓർത്തോടെ. വെരി താങ്ക് യു. ഫോർത്ത് ബേബി. ഓ ദാറ്റ്സ് ഗ്രേറ്റ്, കൺഗ്രാറ്റുലേഷൻ. ബോബി ബേബി ആണോ? ബോയ് ബേബി. ഓക്കെ. 2 ആൺകുഞ്ഞുങ്ങളുണ്ട്, ഒരു മോളും ഉണ്ട്. ശരി. ഓക്കെ. വളരെ സന്തോഷം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിലെ പ്രാർത്ഥന സ്തോത്രം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിന്റെ കരം സ്തോത്രം നമ്മോട് കൂടെ ഈ ഒരാഴ്ച വളരെ വളരെ സങ്കീർണമായ കാര്യങ്ങളിൽ കൂടെ ലോകമൊക്കെ കടന്നുപോയി. സ്തോത്രം. നമ്മളൊന്നും അതിന്റെ തീവ്രത ഒന്നും പല കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. എങ്കിലും പല നിലകളിലൊക്കെ ലോകത്തിലെ സ്തോത്രം കാര്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് തരങ്ങളിലൊക്കെയും നാം കാണുവാനും അനുഭവിപ്പാനൊക്കെ കഴിഞ്ഞു. സ്തോത്രം. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നമ്മെ ആയിരുന്ന സ്ഥാനത്തൊക്കെയും ദൈവത്തിന്റെ കരുതല്, മാറ്റമില്ലാത്ത കരുതല് നാം കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായിട്ട് അവൻ ഒരിക്കൽ കൂടെ നമുക്ക് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. വളരെ ബ്ലെസ്ഡ് ആയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാത പ്രാർത്ഥന ദൈവം നമുക്ക് തന്നു. സ്തോത്രം. ഒരുമിച്ച് CBC ചർച്ചിന്റെ പ്ലാറ്റ്ഫോമില് രാവിലെ നടന്ന 6 മണിക്ക് നടന്ന പ്രാർത്ഥന അനുഗ്രഹത്തോടു കൂടെ നടന്നു. സ്തോത്രം. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള ദൈവത്തിന്റെ അസാധാരണമായ അനോയിന്റിങ് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ മേൽ പകർന്ന് വളരെ ശക്തിയോടെ ആരാധിച്ച് സ്തോത്രം നമുക്ക് പിരിയുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവിന്റെ കൃപയില് വ്യത്യസ്തമായ ടൈം സോണിൽ ഇരുന്നു കൊണ്ടാണല്ലോ നാം ഇന്ന് കർത്താവിനെ ആരാധിക്കുന്നത്. ഇന്ത്യയില് ഇപ്പോൾ ഏകദേശം സ്തോത്രം 8:40 ആയിട്ടുണ്ട്. അമേരിക്കയിലെ ഇപ്പോൾ സ്തോത്രം ഞാൻ ചിന്തിക്കുന്നു 10 മണിയായിരിക്കാം. സ്തോത്രം. വ്യത്യസ്ത ടൈം സോണിൽ ഇരുന്ന് ആരാധിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് സ്തോത്രം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ യോഗം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഇനിയും ആളുകൾ കടന്നു വരേണ്ടതായിട്ടുണ്ട്. തുടർന്ന് നടക്കേണ്ട സ്തോത്രം നമ്മുടെ ബൈബിൾ സ്റ്റഡീസ് ഒക്കെ നടക്കണം. നമുക്ക് കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ കർത്താവെ, ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത വേളയില് അപ്പച്ചന്റെ അത്ഭുത കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവന്റെ കരം പ്രഭാതം മുതൽ ഇതുവരെയും ഞങ്ങൾ ശ്രേഷ്ഠകരമായ നിലയിൽ അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കി. സ്തോത്രം. അമേരിക്കയിലും ഇന്ത്യയിലും ഇരിക്കുന്ന ഞങ്ങൾക്ക് വ്യത്യസ്ത ടൈം സോണുകളാണ്, വ്യത്യസ്ത ഡേകളാണ് കർത്താവ്. ഡേയിൽ തന്നെ വ്യത്യസ്ത ടൈമുകളാണപ്പ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവം സർവ വ്യാപിയായ ദൈവം. ഞങ്ങൾ വ്യത്യസ്ത ടൈം സോണിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നാഥ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഇന്ന് ഞങ്ങൾ കടന്നു വന്ന് പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുമ്പോൾ സ്തോത്രം അങ്ങയുടെ ദാസന്മാരെ കർത്താവ് ഉപയോഗിക്കണം. ദൈവജനം പറയുവാൻ ഇപ്പോൾ പാസ്റ്ററെ ഉപയോഗിക്കണം. കർത്താവ് ആരാധന ലീഡ് ചെയ്യുവാൻ അനുഗ്രഹിക്കണം. സ്തോത്രം. പ്രാർത്ഥന മറ്റെല്ലാ കാര്യങ്ങളിലും ലീഡ് ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. പ്രസ് പാസ്റ്റർ തക്ക സമയത്ത് കൂട്ടുവരുത്തണം. ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഓരോരുത്തരും തക്ക സമയത്ത് കൂട്ടുവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ബേബിച്ചായനെ ആരാധന ചെയ്യാൻ വേണ്ടി സ്തോത്രം. സെഷൻ ഐ എം കോളിംഗ് അപ്പോൺ ഹിം. ബേബിച്ചായൻ പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. CBC ചർച്ചിൻ്റെ മറ്റൊരു മീറ്റിങ്ങിലേക്ക് കൂടി കൃപയാൽ നമുക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സകല മഹത്വവും കരയറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ സംഭവം നമുക്കറിയാം. അതിനുശേഷം യേശു തൻ്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പോകാൻ നിർബന്ധിക്കുന്നു. പോകുന്ന വഴിക്ക് കാറ്റും കോളും അവരെ അലട്ടുന്നുണ്ട്. നാഥൻ ഇതാ പ്രാർത്ഥിക്കുവാനായി മലയിലേക്ക് പോകുന്നതും അവർ കണ്ടു. അവർ വളരെ വിഷമിക്കുമ്പോൾ
തങ്ങൾ വിഷമിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അരുമനാഥൻ അവരുടെ അരികിലേക്ക് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ആമേൻ ശിഷ്യന്മാർ പറഞ്ഞു, അയ്യോ ഭൂതം വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, അത് നമ്മുടെ കർത്താവാണ്, ഭൂതമല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. പത്രോസ് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ എന്നെ അങ്ങോട്ട് വരാൻ അനുവദിക്കണമേ, പ്രൈസ് ദി ലോർഡ്, വെള്ളത്തിലൂടെ നടക്കുവാൻ അനുവദിക്കണം എന്നാണ് പത്രോസ് പറഞ്ഞത്. കർത്താവ് അനുവദിച്ചു, വരാൻ പറഞ്ഞു, അവൻ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വെള്ളത്തിലൂടെ നടക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഇടയ്ക്ക് വെച്ച് അവൻ ചുറ്റുപാടും ഒന്ന് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ താണുപോയി. എങ്കിലും ദൈവം അവനെ കൈവിട്ടില്ല. കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കർത്താവ് അവനെ കരം പിടിച്ചുയർത്തി. രണ്ടുപേരും പടകിലേക്ക് പോയി. അവർ ചെല്ലേണ്ട തീരത്ത് അവരെത്തി, അക്കരെ അവരെത്തിച്ചേർന്നു. അവിടെ വലിയ അത്ഭുതങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ഈ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നമ്മളെ നടത്തുമ്പോൾ ഹല്ലേലൂയ ഒരു ലക്ഷ്യം നമുക്കുണ്ട്. ഹല്ലേലൂയ, നമുക്കൊരു വാഗ്ദത്തമുണ്ട്. എന്താണെന്നറിയാമോ? ആമേൻ, ആ നിത്യജീവന്റെ വാഗ്ദത്തം അവൻ നമുക്ക് തന്നു. ഹല്ലേലൂയ. അക്കരെ എത്തിക്കാൻ അവൻ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് അവൻ്റെ കരം പിടിച്ച് നമുക്ക് നടക്കാം. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എന്നാൽ ഹല്ലേലൂയ ലോകത്തെ ജയിച്ച ഞാൻ നിന്റെ കൂടെ ഉള്ളതിനാൽ ഹല്ലേലൂയ എനിക്ക് ആമേൻ അറിയാത്ത വഴികൾ ഒന്നുമില്ല എന്ന് കർത്താവ് നമ്മളോട് പറയുമ്പോൾ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. പഴയൊരു ഗാനം നമുക്ക് ചേർന്ന് പാടാം. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീര് അവൻ തുടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല ഓഹരി എന്ന് പറയുന്നത് ഈ ഭൂമിയിലല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഉയരത്തിലുള്ളതാണെന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഉയരത്തിലുള്ള ഓഹരി കിട്ടാതെ ഭൂമിയിൽ എന്തെങ്കിലും കിട്ടിയത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിൻ്റെ വരികളിലേക്ക് പോകാം. നമുക്ക് ഈ ഗാനം ഒരുമിച്ച് പാടാം ഹൃദയത്തിൽ നിന്ന്. ഹല്ലേലൂയ. കരുതും അവൻ നല്ല ഓഹരി, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കാ ഹല്ലേലൂയ. വഴിയൊരുക്കുന്നവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കുന്നവൻ ആഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി, നിനക്കാ കരുതും അവൻ നല്ല
കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. നമ്മുടെ കർത്താവ് മാത്രം വിശ്വസ്തൻ. അവൻ വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം. ഈ വാനവും ഭൂമിയും ഒക്കെ ഒഴിഞ്ഞു പോയാലും തന്റെ വചനത്തിനൊരു മാറ്റവുമില്ലാത്തതിനാൽ നമുക്ക് പൂർണ്ണമായും കർത്താവിൽ നമുക്ക് ആശ്രയിക്കാൻ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടും, വചനങ്ങൾക്കോ മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ഹല്ലേലൂയ. എനിക്ക് അസാധ്യമായത് സാധ്യമാക്കുവാൻ എന്റെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ സർവശക്തൻ. ആമേൻ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ നല്ല തുണയായവൻ. നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോൾ നമ്മുടെ സമീപത്ത്
ഏറ്റവും സമീപസ്ഥനായി ഉള്ളവൻ. പ്രൈസ് ദി ലോർഡ്. അവൻ വാഗ്ദത്തം ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. ആ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം നമ്മുടെ കൂടെ ഉള്ളതിനാൽ നമുക്കൊന്ന് പാടാൻ കഴിയുമോ? ഹല്ലേലൂയ. ഞാൻ വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ പൈതലായി ഈ ഭൂമിയിൽ കർത്താവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. മാത്രമല്ല, ഹല്ലേലൂയ, കർത്താവ് പറയുന്നു, ആമേൻ, ഈ ജീവിതം അവസാനിക്കുന്നതല്ല. ആമേൻ, ഈ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ഒന്ന് വെല്ലുവിളിക്കാൻ കഴിയുമോ? മൃത്യുവിനെ വെല്ലുവിളിക്കാൻ, മരണത്തെ വെല്ലുവിളിക്കാൻ ഈ പ്ലാറ്റ്ഫോമിൽ എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു മഹത്വം കരയറ്റാൻ കഴിയുമോ? നമ്മൾ പാടാൻ പോകുന്ന പാട്ട് അതുപോലുള്ള വരികളുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ഈ പാട്ടുകൾ പാടുമ്പോൾ ഇതിൻ്റെ വരികളൊന്നും ശ്രദ്ധിക്കാറില്ല, നമ്മളിങ്ങനെ പാടിപ്പോകത്തേ ഉള്ളൂ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലെൻ്റെ കർത്താവ് തകർത്തതുകൊണ്ട് ഇനി മൃത്യുവിനെ എനിക്ക് ഭയമില്ല, അവനെ ഞാൻ വെല്ലുവിളിക്കുകയാണെന്നാണ് പാടാൻ പോകുന്നത്. ആമേൻ. ആത്മാർത്ഥതയോടെ എത്ര പേർക്ക് പാടാൻ കഴിയും? ആമേൻ. ഇതിൻ്റെ താഴെ റെസ്പോൺസ് എന്ന് പറയുന്ന, റിയാക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ റിയാക്റ്റിൽ ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും പറയാൻ കഴിയും. ഇതിന് റിയാക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. കൊല്ലുന്ന മരണത്തിൻ്റെ ഘോരതര വിഷപ്പല്ലെൻ്റെ കർത്താവ് തകർത്തതിനാൽ ഇനി തെല്ലും ഭയമില്ല, മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ചേർന്ന് ഈ ഗാനത്തിന്റെ വരികൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിന് മഹത്വം കരയറ്റാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ല് തകർന്നതാകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ല് തകർന്നതാകയാ. ഇനി തെല്ലും ഭയമില്ല, മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ല നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മണ്ണിലല്ല നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. പിന്നില്ല
വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാർത്തിടുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനെ വാണിടുവാൻ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഹല്ലേലൂയ. എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ആകുലങ്ങളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ യേശു ജീവിക്കുന്നതിനാൽ എനിക്ക് ആകുലങ്ങളില്ല. എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമുക്ക് ആകുലങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഹല്ലേലൂയ, കഷ്ടമേറ്റ കർത്താവ്, ഈ ലോകത്തെ ജയിച്ച കർത്താവ് എൻ്റെ കൂടെ ഉള്ളതിനാൽ, അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നതിനാൽ എനിക്ക് ആകുലമില്ലെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായ ഒരു അനുസ്മരണ യോഗം അമേരിക്കയിൽ നടന്നു. ഹല്ലേലൂയ. അവിടെ ആമേൻ ചാർലി ക്രിക്കിന്റെ ഭാര്യ എടുത്ത തീരുമാനം എത്ര വലുതായിരുന്നു. അദ്ദേഹം ചെയ്ത ശുശ്രൂഷ തുടർന്നു കൊണ്ടുപോകുവാൻ ഹല്ലേലൂയ പ്രിയപ്പെട്ടവൾ ആമേൻ ഏറ്റെടുക്കുകയാണ്. ആ ബാറ്റൻ പ്രിയ സഹോദരി ആമേൻ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ചാർലി ക്രിക്കിനെ, തന്റെ ഭർത്താവിനെ വെടിവെച്ചു കൊന്ന ആ സഹോദരനോട് ഹല്ലേലൂയ മനഃപൂർവ്വമായി ക്ഷമിക്കുവാൻ ആ സഹോദരി തീരുമാനമെടുത്തു. പ്രിയമുള്ളവരെ, സ്തോത്രം. യേശുവിൻ്റെ മാതൃകയാണ് ആ സഹോദരി സ്വീകരിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര പേര് ആ തീരുമാനം എടുക്കും? നമ്മുടെ ആരും കൊന്നിട്ടൊന്നുമില്ല. അവരോട് ക്ഷമിക്കാനല്ല പറഞ്ഞത്, മറിച്ച് നമ്മളെ കൊച്ചാക്കിയവരോട്, നമ്മളെ ചെറുതാക്കിയവരോട്, നമ്മുടെ കുറ്റങ്ങൾ, നമ്മൾ അറിയാത്ത കുറ്റങ്ങൾ ആമേൻ നമ്മുടെ അത് പെരുപ്പിച്ച് മറ്റുള്ളവരോട് പറഞ്ഞവരോട് നമുക്ക് ഇന്ന് ക്ഷമിക്കാൻ കഴിയാതെ നമ്മുടെ ഹൃദയം അവരോട് പക വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ നമ്മൾ വചനം കേട്ടതുകൊണ്ടോ ആരാധിച്ചതുകൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ ഹല്ലേലൂയ നമ്മളോട് ക്ഷമിച്ച കർത്താവ് ആമേൻ നമ്മുടെ കൂടെ ജീവിക്കുന്നതിനാൽ നമുക്ക് അവർ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഇന്ന് ആരെങ്കിലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുമായി, മാനസികാവസ്ഥയുമായി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇപ്പോൾ തന്നെ ആ കാൽവരിനാഥനെ ധ്യാനിച്ചുകൊണ്ട് അവനെ നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് അവരോട് ക്ഷമിക്കാം. ഹല്ലേലൂയ. നമുക്ക് പറയാൻ കഴിയുമോ? യേശു ജീവിക്കുന്നതിനാൽ എനിക്ക് ആകുലമില്ല. ഹല്ലേലൂയ. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds my future. And life is worth the living just because he lives.
പുത്രനായി യേശുഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷേമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ ദൈവത്തിൻ പുത്രനാ യേശുഭുജാതനാ സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. ചേർന്ന് പാടാമോ? താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ഈ ലോക ജീവിതം താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ലോക ജീവിതം. ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? Because he lives I can face tomorrow. Because he lives all fear is gone. Because I know he holds my future and life is worth the living just because he lives. And life is worth the living just because he lives. കർത്താവേ, അങ്ങനെ വീണ്ടെടുക്കുവാനായി സ്വർഗോന്നതങ്ങൾ വിട്ട് തന്റെ തേജസ്സിന്റെ വസ്ത്രമൂരി കർത്താവെ സ്വർഗത്തിൽ വെച്ച് ഈ താണഭൂമിയിലേക്ക് കേവലം മനുഷ്യനായി ഇറങ്ങി വരുവാൻ കർത്താവെ അങ്ങ് കാണിച്ച സ്നേഹം കർത്താവെ എത്ര വലുതാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ കർത്താവെ ഈ സ്നേഹം മനസ്സിലാക്കുന്ന ഞങ്ങൾ ഹല്ലേലൂയ കർത്താവെ ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല മറിച്ച് അവിടുത്തെ ഇഷ്ടം എന്താണോ അത് ചെയ്യുവാൻ പ്രിയപ്പെടുന്ന കർത്താവെ, അതിനായി നിന്റെ ദാസനെ ഇന്ന് വചനത്തോടെ കർത്താവെ ഇന്ന് ഒരുക്കുമാറാകണമേ. അങ്ങ് ഞങ്ങളോട് വചനത്തിലൂടെ സംസാരിക്കണമേ. നിന്റെ ദാസനെ അങ്ങ് അഭിഷേകത്തോടെ നിർത്തിയിരിക്കുന്നതിനാൽ സ്തോത്രം. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. താങ്ക് യു വ്യവചായൻ. പ്രൈസ് ദി ലോർഡ്. വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ദൈവം നമുക്ക് തന്നല്ലോ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സർവത്തിനും മീതെ അവൻ സർവത്തെയും അവൻ നടത്തുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് രാത്രിയിലും കൃപ തന്നല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മള് സ്തോത്രം സന്ദേശം ദൈവവചന സന്ദേശം കേൾക്കുവാനായിട്ട് പോകുന്നു. അതിന് മുന്നോടിയായിട്ട് സ്തോത്രം നാം അല്പസമയം നാം പ്രാർത്ഥിക്കുവാനാണ് കർത്താവിനെ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില് സ്തോത്രം പ്രാർത്ഥന വിഷയവുമായിട്ട് നമ്മുടെ കൂട്ടായ്മയിലുള്ള ദേവദാസി കവിത സിസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മെസ്സേജ് ഇട്ടിരുന്നു. കർത്താവിന്റെ കൃപയില് ഇന്ന് സ്തോത്രം ദേവദാസി നമ്മുടെ കൂടെ ഉണ്ടല്ലോ. കർത്താവിന്റെ ദാസിയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്കൊന്ന് ചോദിച്ചോട്ടെ, കവിത സിസ്റ്ററെ ഇപ്പോൾ എങ്ങനെയുണ്ട്? ക്ഷേമത്തോടെ ഇരിക്കുന്നു? ശരീരത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? കവിത സിസ്റ്റർക്ക് കേൾക്കാമോ? ഹലോ. സ്തോത്രം. കർത്താവ് നടത്തട്ടെ. കവിത സിസ്റ്ററെ നമുക്ക് ലൈനിൽ കിട്ടുന്നില്ല. കർത്താവ് നടത്തട്ടെ. അതുപോലെ തന്നെ സ്തോത്രം. സോളി സിസ്റ്റർ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ.
സോളിസിസ്റ്ററെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ പ്രാർത്ഥനകള് കർത്താവിന്റെ ദാസിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയുണ്ടായി. വളരെ സ്തോത്രം സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് കേൾപ്പാൻ സ്തോത്രം ജയം ബ്രദർ മുഖാന്തരം നമുക്ക് ഇടവരുത്തി. കർത്താവിന്റെ ദാസിക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യം വിടുതല് കർത്താവ് കൊടുക്കട്ടെ. നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയത്തെ നമുക്ക് ഇന്നത്തെ സന്ദേശം തരുവാൻ ആത്മീയ സന്ദേശം തരുവാൻ കെ.സി. പോൾ പാസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ ദാസനെയും ഓർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം പാസ്റ്റർ എൻ.ജെ. രജി പാസ്റ്റർ രജി പാസ്റ്റർ കേൾക്കാമോ? എൻ.ജെ. രജി പാസ്റ്റർ കേൾക്കാമോ? ഓക്കെ ഓക്കെ സ്തോത്രം. മുകുന്ദൻ പാസ്റ്റർ കേൾക്കാമോ? കേക്കാം. ഓക്കെ ഓക്കെ സ്തോത്രം. ഈ വിഷയം സ്തോത്രം. ഈ രണ്ട് വിഷയങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ കർത്താവിന്റെ ദാസനെ സന്ദേശം തരുന്ന ദേവദാസനെ ഓർത്ത് നമ്മുടെ കൂട്ടായ്മയെ ഓർത്ത് ചുരുക്കം വാക്യങ്ങളില് മുകുന്ദൻ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കാമോ? എൻകറേജ് പാസ്റ്റർ പറഞ്ഞായിരുന്നു. രജി പാസ്റ്റർ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാം. പാസ്റ്ററെ ഓക്കെ പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കരുണയ്ക്കും ദയക്കുമായി ഞങ്ങൾ നന്ദി കർത്താവേ. രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരുന്നു കൊണ്ട് കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനൊരു വേദി, ഒരു അവസരം ഒരുക്കിയല്ലോ. വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ ആയിരിക്കുന്നെങ്കിലും ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ ഒരേ മനസ്സോടും ഏകഹൃദയത്തോടും അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കുവാൻ കൃപ നൽകിയിട്ടുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. ദാസനായ സ്തോത്രം. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് ഞങ്ങൾക്ക് ആശ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന ഗൈഡ് ചെയ്ത പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രത്യേകിച്ച് പേര് പറഞ്ഞ സൗഖ്യവും ലഭിക്കട്ടെ കർത്താവെ. എല്ലാ വിധത്തിലും കർത്താവിന് മഹത്വം വെളിപ്പെടട്ടെ കർത്താവെ. വിശേഷിച്ച് കർത്താവ് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനവുമായി ഞങ്ങളുടെ മധ്യയെ അയച്ചിരിക്കുന്ന കർത്തൃപ്രത്യനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും അന്ത്യകാലത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൂതുകൾ നൽകത്തക്കവണ്ണം നിശ്ചയത്തോടും കൂടെ അവിടുത്തെ ദാസനിലൂടെ അവിടുന്ന് അരുളി ചെയ്യണമേ. ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടുന്ന ആത്മീക മന്ന ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ ജീവിതങ്ങൾ, സഭകളിൽ ആത്മീക ചൈതന്യം ഉളവാക്കുവാൻ, ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. കർത്താവിനെ നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ സ്തോത്രം CBC പ്രയർ സഭയുടെ മീറ്റിംഗ് അനുഗ്രഹത്തോടു കൂടെ എല്ലാ ആഴ്ചയിൽ നടപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു വരുന്നല്ലോ. സ്തോത്രം. അനേക ദൈവമക്കള് ദൈവദാസന്മാർ നമ്മുടെ കൂടെ ഉണ്ട്. അവരൊക്കെയും ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ കൃപയിലെ അനുഗ്രഹത്തോടെ അനുഗ്രഹം പ്രാപിച്ച് കർത്താവിന്റെ വേലയിൽ ഒന്നുകൂടെ ശക്തി പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ അവരിടയാക്കുന്ന ഓർത്ത് സ്തോത്രം. സൗഖ്യമാക്കുവാൻ കർത്താവ് കരനീട്ടി എന്നുള്ള വാക്കുകളൊക്കെ നമുക്ക് സാക്ഷ്യങ്ങളൊക്കെ കേൾപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഇന്ന് രാത്രിയില് സ്തോത്രം നാം ഒരുമിച്ച് കർത്താവിന്റെ വചനം കേൾക്കുവാനായിട്ട് വന്നിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ കെ.സി. പോൾ പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ ദാസൻ ആമേൻ തുടർന്ന് കർത്താവിന്റെ വചനം സംസാരിക്കൂ. അതിനുവേണ്ടി കർത്താവ് ദാസൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. Praise the Lord. Hallelujah. കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും ദൈവത്തിൽ പല കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ കാണാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട്. എന്നാൽ ദൈവമക്കളാകുന്ന പല ഇന്റർപ്രിട്ടേഷനും നമുക്ക് ലഭിക്കാറുണ്ട്. അത് നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ഇന്റർപ്രിട്ടേഷൻ, എക്സ്റ്റേണൽ ആയിട്ടുള്ളത് ഇവർ വിശ്വസിക്കുന്ന ഇന്റർപ്രിട്ടേഷൻ, ഈ പല ഇന്റർപ്രിട്ടേഷൻ
നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരും. അത് നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള ബന്ധത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പല ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ മധ്യത്തിൽ ഒരു ദൈവ പൈതല് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള വിഷയമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 34:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്. മലയാളത്തിൽ ഞാൻ വായിക്കാൻ ശ്രമിക്കാം. The righteous cry out to the Lord. The righteous cry out to the Lord. The Lord hear them. He delivers them all their trouble. The Lord is close to broken heart and save those who trust in spirit. The righteous person may have many trouble, but the Lord delivers them from all. ഇവിടെ വായിക്കുന്നു, നീതിമാൻ യഹോവയോട് നിലവിളിച്ചു, യഹോവ ശ്രദ്ധിച്ച് കേട്ടു, അവൻ അവന്റെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. യഹോവ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാകും. നോക്കി, ഈ ആക്ച്വലി ദോസ് ഹു ആർ ക്രഷ്ഡ് ഇൻ സ്പിരിറ്റ്, ദൈവത്തിന്റെ മക്കൾക്ക്, നീതിമാന് അനേക കഷ്ടങ്ങളുണ്ട്, എന്നാൽ യഹോവ അതിൽ നിന്നെല്ലാം പിടിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കരയുന്നത് പലരും കേട്ടുക. ഈ കരയുന്നവരുടെ മധ്യത്തിൽ തന്നെ, നമ്മൾ കരയുമ്പോൾ തന്നെ പ്രതികൂലങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, പല ഇന്റർപ്രിട്ടേഷന് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ പല ഇന്റർപ്രിട്ടേഷൻ കേട്ടുകൊണ്ട് നമ്മൾ പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. ഈ മനുഷ്യൻ ഇതെല്ലാം പ്രാർത്ഥിക്കുന്നു, ആഴ്ചകളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാനിടയായി? യോബിന്റെ ഫ്രണ്ട്സ് പോലും യോബിന്റെ ഇന്റർപ്രിട്ടേഷൻ തെറ്റായിട്ടാണ് ചെയ്തത്. അവർ വളരെ ദൂരയിൽ നിന്ന് വന്നു, വളരെയധികം അടുത്തിരുന്നു, അവരെ കൗൺസിൽ ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. ഇതുപോലെ അവര് എന്ത് ചെയ്യുന്നു? ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ അവർ ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില വിഷയങ്ങളിലൊക്കെ എന്താണ് ഈ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കഷ്ടങ്ങളൊക്കെ വരുന്നത് എന്നുള്ള ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു അവരുടെ. എന്നാൽ ദൈവത്തിന് വേറെ ഒന്നായിരുന്നു പറയുവാനുള്ളത്. എന്റെ ദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവമക്കളെ, നിങ്ങളെക്കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങളെ ഹൃദയത്തിനെ ഭാരപ്പെടുത്തുന്നത് ഒരിക്കലും ആയിരിക്കും. ദൈവമക്കൾക്ക് അനേക കഷ്ടങ്ങളുണ്ട്, എന്നാൽ ദൈവം അവരിൽ നിന്നെല്ലാം അവരെ വിടുവിക്കുന്നു. നമ്മുടെ ഒക്കെ സ്പിരിറ്റ് ചിലപ്പോൾ ക്രഷാക്കുന്ന അനുഭവം ഉണ്ട്. ഓരോ നെഗറ്റീവും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പാസ് ചെയ്യുമ്പോൾ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള ഹൃദയത്തിൽ ഒരു ക്രഷ്, നമ്മുടെ സ്പിരിറ്റ് അങ്ങോട്ടങ്ങ് എന്താണ് തളരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ ദൈവവചനം പറയുന്നു, നീതിമാന് അനേക കഷ്ടങ്ങളുണ്ട്. സങ്കീർത്തനം 11 വരെയുള്ള വാക്യങ്ങൾ, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവരാർ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിർത്തേയും കാത്തുകൊള്ളുക. ദൈവമക്കളെ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ there is a lot of temptation to respond in a negative way. പല കാര്യത്തിൽ നമ്മൾ നെഗറ്റീവായിട്ട് സാഹചര്യങ്ങളിൽ നമ്മൾ പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇവിടെ സങ്കീർത്തനം പറയുന്നു, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിർത്തേയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമാകുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. കുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അനേകമാകുന്നു, എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം അവരെ വിടുവിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് പൽക്കാലം എന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങൾ നീതിമാന്മാരാണെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ, എന്ന് പറഞ്ഞാൽ നമ്മൾ പാപമില്ലാത്തവരെന്നല്ല അതിന്റെ മീനിങ്. നീതിമാന്മാരെന്ന് പറഞ്ഞാൽ കർത്താവ് കഴുകി വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മക്കളും അവകാശികളുമാക്കിയ ഒരു വ്യക്തിയെ തീരുമ്പോൾ ഈസ് എ സെയിന്റ് ബിഫോർ ഗോഡ്, ദോ വി ഹാവ് ലോട്ട് ഓഫ് ഷോർട്ട് കമ്മിങ്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുമ്പോൾ, ദൈവമക്കൾ എന്ന് പറയുമ്പോൾ പലരും ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നത്, ഇനി ഇയാൾക്ക് ഒരു കുഴപ്പവും ഇല്ല, ഇനി ഇയാളുടെ മേൽ ഒരു കുഴപ്പവും കാണരുത്, ഇയാൾ ഇത് പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് വിഷമം. ദൈവമക്കളെ, ഒക്കെ നീതിമാനൊക്കെ ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട്. ഐ സീ ഇൻ ദ സ്പിരിറ്റ്. ഇപ്പൊ തന്നെ എനിക്ക് ദൈവാത്മാവ് കാണിക്കുന്നുണ്ട്, നിങ്ങളെയൊക്കെ കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻ വളരെയധികം റോങ് ആയി ഇന്റർപ്രിട്ടേഷൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞ് ഒരുക്കുമ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഒരിക്കലും ക്രഷാകരുത്. ദൈവമക്കളെ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, നീതിമാനാണ്, അനേക കഷ്ടങ്ങളുണ്ട്, യഹോവ അതിൽ നിന്നെല്ലാം അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. നീ കരഞ്ഞത് കാണുമ്പോൾ നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ഇയാളത്തെല്ലാം കരഞ്ഞിട്ടും യാതൊരു രക്ഷയില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്.
ദൈവമക്കളെ, ലൈഫ് often brings with the storms. പല സ്റ്റോംസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ട്രാജഡീസ്, അൺഎക്സ്പെക്ടഡ് ലോസ് ഇൻ അവർ ലൈഫ്. ഇൻ ദ മിസ്റ്റ് ഓഫ് ഓൾ there is a faith looks beyond the present pain. നമ്മുടെ ഇപ്പോഴത്തെ ആ വിഷമങ്ങൾ നമ്മളത് എന്താണ് കാണാതെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പാടിയതുപോലെ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല, ദൈവതേജസ്സിൻ അനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. ഞാൻ ജയനോട് പറയായിരുന്നു, ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് അഡ്മിറ്റ് ചെയ്തു. അന്നേരം എൻ്റെ കമ്പ്യൂട്ടറിലെല്ലാം നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ബെഡിൽ ഇരിക്കുമ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഹൗ കം യു ക്യാൻ റിയലി സ്മൈൽ ലൈക്ക് ദിസ്? അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒത്തിരി രോഗങ്ങളാണ്. പ്രഷറുണ്ട്, ബ്ലഡ് പ്രഷർ ഉണ്ട്, പ്രോസ്റ്റേറ്റ് പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലം ഉണ്ട്. ദൈവമക്കളെ, നമ്മൾ നീതിമാന്മാരായതുകൊണ്ട് പ്രശ്നമില്ലാതിരിക്കുകയില്ല. നമുക്കെതിരായി കാറ്റ് വരാതിരിക്കുകയില്ല. ഈ കാറ്റിന്റെ മധ്യത്തിൽ ഒരു ദൈവം ശാന്തമാക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നു, നിന്റെ നാവിനെ എന്ത് ചെയ്യണം, നീ സൂക്ഷിക്കണം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വരുവീൻ ദീർഘായുസോടുകൂടെ നീ ഇരിക്കേണ്ടതിന്, നിനക്ക് നന്മ കാണേണ്ടതിന് ഞാൻ ചിലത് നിന്നോട് പറഞ്ഞു തരാം. നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ വചനങ്ങളും നിങ്ങൾ പറയുന്നതായ ഓരോ റെസ്പോൺസും നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടണം. ദൈവത്തിന് സ്തോത്രം. നമ്മളെ അത് നെഗറ്റീവിലേക്കല്ല നമ്മളെ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഒരു ബ്യൂട്ടിഫുൾ ക്രിസ്ത്യൻ സോങ്സ് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ? When peace like a river attend my way, when sorrows like a sea billows roll, whatever may lot, thou hast taught me to say, it is well with my soul. പലപ്പോഴും ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഫ്യൂണറലിൽ പോകുമ്പോഴാണ്. ഈ അമേരിക്കയില് ഈ പാട്ടങ്ങ് അവർ പാടും, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. ദൈവമക്കളെ, ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിലും നിനക്കും എനിക്ക് പറയാൻ സാധിക്കുമോ, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. എന്റെ ആത്മാവ് ഹല്ലേലൂയ സ്തോത്രം സുഖമായിരിക്കുന്നു, സ്വസ്ഥമായിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന ആരോ അവൻ എന്റെ ഉപനദി, അവസാനത്തോളം അവൻ എന്നെ കാക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ നിന്ന് ഒരു ദൈവദാസൻ പാടിയതായ പാട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ആ പാട്ടിൽ വളരെയധികം അർത്ഥമുണ്ട് ദൈവമക്കളെ. എല്ലാം നോക്കിയേ, വഴി സമാധാനം ഒരു നദി പോലെ എനിക്ക് ഒപ്പമുണ്ടായപ്പോഴും ദുഃഖങ്ങൾ സമുദ്രങ്ങളെ പോലെ ഉയർന്നൊഴുമ്പോഴും ഏതായാലും എന്നോട് പറയാൻ നീ പഠിപ്പിച്ചു, എന്റെ ആത്മാവിന് എല്ലാം സുഖമായി നന്നായി ഇരിക്കട്ടെ. ആ പാട്ടിന്റെ അർത്ഥം അതാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ നിന്ന് സന്തോഷിക്കാറുണ്ട് ഈ പാട്ട് പാടുമ്പോൾ. ഒക്ടോബർ 20 1828 ചിക്കാഗോയിലെ ഒരു വലിയ ഒരു മനുഷ്യരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഹൊറാഷ്യോ സ്പാഫോർഡ് എന്ന മനുഷ്യനാണ്. ഹൊറാഷ്യോ സ്പാഫോർഡ് എന്ന് പറഞ്ഞ ആളാണ് ഈ പാട്ട് പാടിയത്. ആ പാട്ട് പാടിയ എന്താണ്? പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ, ദൈവമേ എന്റെ ഹൃദയം, എന്റെ സോള് വെല്ലാം എന്ന് പറയാൻ നീ എന്നെ പഠിപ്പിച്ചല്ലോ. ദൈവവൈതല, ഇന്ന് നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിരാശകളും നിന്നെക്കുറിച്ച് സകല അപവാദനങ്ങളും പറയുമ്പോൾ ഇന്ന് നിന്റെ ഹൃദയത്തിൽ നിറക്കണം, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ ബിക്കോസ് ഗാഡ് ഈസ് എ സോവറിൻ ഗാഡ്. ഹി ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവറിത്തിങ്. എന്റെ ജീവിതത്തിന്റെ ഫിനാൻസ്, എന്റെ ജീവിതത്തിന്റെ കുടുംബ ജീവിതം എല്ലാത്രയും കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവം എന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. ക്യാൻ യു സേ ഇൻ ദിസ് മോർണിംഗ്? അദ്ദേഹം പാടുവാൻ തുടങ്ങി എപ്പോഴാണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് ആദ്യമായി നമുക്കറിയാം D.L. മൂഡിയുടെ ഒക്കെ മിനിസ്ട്രി വളരെ ഇഷ്ടമുള്ളതായ ഒരു മനുഷ്യരായിരുന്നു ഹൊറാഷ്യോ സ്പാഫോർഡ് എന്ന് പറഞ്ഞ ആള്. അപ്പൊ അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റുകാരനായിരുന്നു. അവിടെ ചിക്കാഗോയിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിൽ പുള്ളി സകലതും ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതായ സമയത്ത് ചിക്കാഗോയുടെ പ്രദേശത്ത് പല ചർച്ചുകളും തകർന്ന സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും കൂടെ കൂടിച്ചേർന്ന ഒരുപാട് ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്തു? വീണ്ടും കെട്ടി. അങ്ങനെ അനേകർക്ക് അവർ അനുഗ്രഹമായി തീർന്നു. എന്നാൽ ആദ്യത്തെ ഈ തീ എല്ലാരെയും ബാധിച്ചതാണ്. അതിനുശേഷം തനിക്കൊരു മകനുണ്ടായിരുന്നു. ആ മകൻ പനി കൂടി അദ്ദേഹവും മരിച്ചു. അങ്ങനെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇപ്പൊ അമേരിക്കയിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്, വെക്കേഷന് പോകാന്ന് പറയും. ഇങ്ങനെ കഷ്ടങ്ങൾ വരുമ്പോൾ, നമുക്ക് അവിടുത്തെ രീതി എനിക്കറിയില്ല. അപ്പൊ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് വെക്കേഷന് പോയേക്കാന്ന് പറഞ്ഞ് പാസ്റ്റർമാരാണെങ്കിൽ, പാസ്റ്റർമാരുടെ പ്രശ്നമാണെങ്കിൽ ആ ചർച്ചുകാരങ്ങ് വെക്കേഷന് കൊടുക്കും. പാസ്റ്റർ 2 വീക്സ് പോയി കൊണ്ടുപോകാം. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. പാസ്റ്ററുടെയും പാസ്റ്ററുടെ ഹസ്ബൻഡിനെയും വൈഫിനും വേണ്ടതായിരിക്കും, അവരുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടതായ സ്പോൺസർഷിപ്പ് എല്ലാം ചെയ്ത് അവരെ വീടെടുത്ത് ഇതെല്ലാം അവർ തന്നെയാണ്, ചർച്ചുകാർ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇവർ പോയി 2 വീക്സ് പോയി കഴിഞ്ഞ ശേഷം അവർ റിഫ്രഷ് ആയിട്ട് വരുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ഇവിടെ ഈ മനുഷ്യൻ ഹൊറാഷ്യോ എന്ന് പറഞ്ഞ ആ സ്പാഫോർഡ് എന്ന് പറഞ്ഞതായ മനുഷ്യൻ അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഭാര്യയും അവരുടെ 4 കുഞ്ഞുങ്ങളും, 5 കുഞ്ഞുങ്ങളായിരുന്നു, അതിൽ ഒരു കുഞ്ഞ് മരിച്ചുപോയി. 4 പെൺകുച്ചുങ്ങളാണ്. ആന്ന എന്നതാണ് ഭാര്യയുടെ പേര്.
അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു വെക്കേഷൻ പോകാം. ഇത്രത്തോളം കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചത് കൊണ്ട് നമുക്കൊരു വെക്കേഷന് പോകാം. അങ്ങനെ വെക്കേഷന് വേണ്ടി ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയിൽ നമ്മൾക്കറിയാം, സമുദ്രത്തിൽ വെച്ച് വലിയൊരു കാറ്റും കോളും വന്ന് അവരുടെ കപ്പല് മുങ്ങിപ്പോവുകയാണ്. അപ്പം അവിടെ വായിക്കുന്നത് ഒരു 300ഓളം പേര് ആ ജീവിതത്തിൽ അവരുടെ ലൈഫ് നഷ്ടപ്പെട്ടു. അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഇത് മുങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഇവരുടെ 4 കുഞ്ഞുങ്ങളും മുങ്ങി മരിക്കുകയാണ്. അപ്പൊ അടിക്കടി പ്രശ്നങ്ങള്, പ്രതികൂലങ്ങള്, പ്രയാസങ്ങൾ അടിക്കടിയായി വരികയാണ്. ആരാണ് ദൈവമക്കളെ? അവർ വീട് കെട്ടിക്കൊടുത്തവർ, പ്രയാസമുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ദൈവസഭ കൊണ്ടുവന്നവർ, ദൈവസഭ തുടങ്ങിയവർ, അനേക പ്രൊഫൈൽ ഇവർക്കുണ്ട്. ഈ പ്രൊഫൈലിന്റെ മധ്യത്തിലാണ് ഇവർ ഈ കഷ്ടങ്ങളിലൂടെ അനുഭവിക്കുന്നത്. മകൻ മരിച്ചു, ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഉണ്ടാക്കിയ പൈസ മുഴുവൻ തീ കത്തിപ്പോയി, ഇനി ഇതാ 4 മക്കളും മരിച്ചു. ആ ഭാര്യ അന്ന ഉണ്ടായിരുന്നു. അപ്പൊ അന്ന മാത്രം അതിൽ നിന്ന് ഒരു ഒരു ചെറിയ വുഡ് പീസ് പിടിച്ചിങ്ങനെ കിടക്കുക. നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ദൈവം ഒരു പ്ലഞ്ച് അല്ലെങ്കിൽ ഒരു വുഡ് പീസ് നിനക്ക് വേണ്ടി ദൈവം വെക്കും. നിന്നെക്കുറിച്ച് വലിയ സ്റ്റോറികളാണ്. പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലും എവിടെയൊക്കെയോ ദൈവം ഒരു വഴി കാണിച്ച് നിന്നെക്കുറിച്ച് ചില പാട്ടുകൾ എഴുതുവാൻ, അനേകർക്ക് അത് ആശ്വാസമായി തീരത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ വിചാരിക്കണം, കർത്താവിന്റെ മക്കൾക്ക് അനേക പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ദൈവം അതിൽ നിന്നെല്ലാം അവരെ വിടുവിക്കുന്നു. ഈ യഹോവയോട് ഞാൻ നിലവിളിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു, എന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അതാണ് എന്റെ ആത്മാവേ, ഹല്ലേലൂയ, നീ ശുഭമായിരിക്കുന്നു. പറഞ്ഞുകൊണ്ടിരിക്കണം, എന്റെ ആത്മാവ് ശുഭമാണ്. എവറിത്തിങ് ഗോയിങ് ടു വർക്ക് ഔട്ട്. ഞാനിത് പറയുമ്പോൾ ചിലർക്കൊക്കെ പോസിറ്റീവ് ആയിട്ട് എപ്പോഴും പറയത്തുള്ളൂ, സാർ നെഗറ്റീവേ പറയത്തില്ല. എനിക്ക് ഇതാണ് പ്രയോജനമുള്ളത്. എന്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ വിശ്വസ്തനായ ദൈവം ഇന്നും നാളെയും നമ്മളെ കാക്കുവാൻ കഴിവുള്ള ഒരു ദൈവം, എന്റെ രോഗത്തിൽ, എന്റെ പ്രയാസത്തിന്റെ കുടുംബത്തിന് ഇതുവരെയും എന്റെ കൈക്ക് പിടിച്ച് നടത്തിയ ദൈവം നാളെയും നടത്തുവാൻ വിശ്വസ്തനാണെന്നുള്ള വിശ്വാസത്തിന്റെ വാക്ക് എന്റെ ആത്മാവെ, നീ ഉള്ളിൽ വിഷാദിച്ചിരിക്കാതെ, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. അദ്ദേഹം ഉടനെ ഈ ഭാര്യയെ രക്ഷപ്പെട്ടപ്പോ ഭാര്യ ഇപ്രകാരം എഴുതി, ഐ ആം ഓൺലി സേവ്ഡ്, വാട്ട് ഷാൽ ഐ ഡു? ഞാൻ ഒറ്റയ്ക്ക് മാത്രം, എല്ലാവരും എന്റെ 4 മക്കളും മരിച്ചുപോയി, ഇനി ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും സഭ എതിരായിട്ട് നിന്ന്. നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാവോന്ന് അറിയത്തില്ല, കംപ്ലീറ്റ് ഈ സ്റ്റോറി അയച്ചു നോക്കണം. പലരും ഈ സ്റ്റോറി ഫുള്ള് പറയാറില്ല. അവിടെ സഭ, അവർ കെട്ടിക്കൊടുത്ത സഭ, അവർക്ക് വേണ്ടി കൂടെ നിന്നവര്, എൽഡേഴ്സ് എല്ലാം ഇവർക്കെതിരായി. കാരണം എന്താ? റോങ് ഇന്റർപ്രിട്ടേഷൻ. ഇയാൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇയാളെ ബിസിനസ്സിൽ വഞ്ചിച്ചിട്ടായിരിക്കും. ഇങ്ങനെ ദൈവമക്കളെ, നിങ്ങൾ തകർന്നു പോകുമോ? എന്റെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മളെ തകർക്കുവാൻ പല സ്റ്റോറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തത്, നമ്മുടെ മനസ്സിൽ പോലും കിടക്കാത്തതായ, നമ്മളെ മിനിസ്റ്ററിയിൽ നിന്ന് തകർക്കുവാൻ തക്കവണ്ണം ഉള്ള പ്ലാനും പദ്ധതിയും സാത്താൻ മെനയും. പക്ഷെ നിന്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ഫ്രഷായിരിക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ആത്മാവ് ശുഭമായിരിക്കും. എന്നെ അറിയുന്ന ഒരു ദൈവം ഇന്നുണ്ട്, നാളത്തേക്ക് അറിയുന്ന ദൈവമുണ്ട്. ജയനോടൊക്കെ ചോദിച്ചാൽ നടക്കാം, ഞങ്ങളൊക്കെ കത്തി നിന്ന സമയമാണ്. ദൈവത്തിന്റെ കാര്യക്ക് വേണ്ടി കയറി വരുന്ന ആളുകൾ സൗഖ്യമാകുന്നു. ഞാൻ പ്രസംഗിച്ച ചർച്ചിനെ കുറിച്ച് ജയൻ അറിയാം. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്ന സമയത്ത് അനേകര് ദൈവസന്നിധി കടന്നു വന്നു, അനേകര് മാനസാന്തരപ്പെടുന്നു, അനേകര് രോഗസൗഖ്യമാകുന്നു, പള്ളി നിറയുന്ന ഒരു അനുഭവമുണ്ട്. ആ സമയത്താണ് നമ്മളെക്കുറിച്ച് പല അവിഖ്യാതികൾ ഉണ്ടാക്കി എങ്ങനെയായാലും നമ്മളെ മിനിസ്ട്രിയിൽ നിന്ന് തകർത്ത് കളയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിശാച് കടന്നു വരികയാണ്. ദൈവമക്കളെ, അങ്ങനെ പറഞ്ഞവരോട് എനിക്ക് വിരോധമില്ല, ആരോടും എനിക്ക് വിരോധമില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം എന്നെ നോക്കിയായിരുന്നു, നമ്മളെ റിഫൈൻ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ക്യാരക്ടറിനെ ദൈവം റിഫൈൻ ചെയ്യാൻ ഒരുങ്ങിയാണ്. നമ്മൾ തീയിലൂടെ കടന്നാലും കർത്താവിന്റെ വചനമുണ്ട്, ഈവൻ ഇഫ് യു ഗോ ത്രൂ ദ ഫയർ ഇറ്റ് വിൽ നോട്ട് ബേൺ യു. നീ എന്തെല്ലാം തീയിലൂടെ പോയാലും, ഈവൻ ഇഫ് യു ഗോ ത്രൂ ദ വാട്ടർ ദാറ്റ് വിൽ നോട്ട് ഡ്രൗൺ യു. നീ ഒരിക്കലും മുക്കിക്കളയുന്ന ഒരു ദൈവമല്ല. അതുകൊണ്ട് നിന്റെ ആത്മാവിനോട് പറയണം, നാവ് കൊണ്ട് പറയണം. അതാണ് പറഞ്ഞത്, ഞാൻ നിന്നോട് പറഞ്ഞുതരാം. ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞാൻ നിന്നോട് പറഞ്ഞു തരാം. എന്താണെന്നറിയാമോ? നിന്റെ നാവ് കൊണ്ട് കരള് പറയാ, നാവ് കൊണ്ട് പോസിറ്റീവ് പറയണം, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. അങ്ങനെ അദ്ദേഹം ഈ ഭാര്യയുടെ ക്ഷണപ്രകാരം വീണ്ടും ഒരു ഷിപ്പ് എടുത്ത് പോകുന്ന സമയത്ത് ആ ക്യാപ്റ്റൻ പറഞ്ഞു കൊടുക്കുകയാണ്, അയാൾ പോയ ആ ഷിപ്പിൽ എന്താണ് അദ്ദേഹം അനുഭവിക്കുന്നത്? സഭ എതിരായി, കൂട്ടുകാരെതിരായി, സഹോദരങ്ങളെതിരായി, നാട്ടുകാരെതിരായി. ആരുമില്ല, മക്കളും നഷ്ടപ്പെട്ടു, ബിസിനസ്സും നഷ്ടപ്പെട്ടു. കപ്പലിൽ കയറി യാത്ര ചെയ്തപ്പോൾ ആ ക്യാപ്റ്റൻ താൻ ഇപ്പോൾ യാത്ര ചെയ്തിരിക്കുന്ന ആ കപ്പലിലെ യാത്രയിൽ ആ ക്യാപ്റ്റൻ പറയാണ്, സാറേ, ഇവിടെയാണ് നിന്റെ കുഞ്ഞുങ്ങൾ മുങ്ങി മരിച്ചത്.
ദൈവമക്കളെ, ആ മനുഷ്യൻ ഓരോ ഡെക്കിലേക്ക് അങ്ങ് പോയി, അപ്പുറത്തോട്ട് പോയിരുന്നിട്ട് ഒരു പെണ്ണെടുത്ത് ഇപ്രകാരം അയച്ചു, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആണ് ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രതികൂലങ്ങൾ ഏറിടുമ്പോൾ അനുകൂലമായ എനിക്ക് യേശുവുണ്ട്. ഒന്ന് പാടാൻ പറ്റുമോ? പ്രതികൂലങ്ങൾ ഏറിടുമ്പോൾ അനുകൂലമായ എനിക്ക് യേശുവുണ്ട്. തളരുകില്ല, പതറുകില്ല, സ്വർഗസിയോനിലെത്തിയിടും ഞാൻ. തളരുകില്ല, പതറുകില്ല, സ്വർഗസിയോനിലെത്തിയിടും ഞാൻ. പഴമോ? എല്ലാം നന്മയ്ക്കായി സ്വർഗസാധൻ ചെയ്തിടും. സ്വർഗം സന്തോഷിക്കട്ടെ ദൈവമക്കളെ. എല്ലാം ദൈവം നന്മയ്ക്കായി. All things work together for good for them that love him and called according to his purpose. സകലതും തന്റെ മക്കൾക്ക്, ദൈവം സകലതും തന്റെ മക്കൾക്ക് വേണ്ടി നന്നായി കൂടി വ്യാപരിക്കുന്നു. പറയാൻ സാധിക്കുമോ? എന്നെ കുറിച്ച് പഴി പറഞ്ഞത് നല്ലത് കർത്താവേ. ഞാൻ അവർക്കെതിരായിട്ടൊന്നും തെറിയത്തില്ല. ജയം ബ്രദർ അറിയാം, ജയം ബ്രദറൊക്കെ ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ദൈവദാസന്മാരെ കുറിച്ചുള്ള പറയുന്നത്. അവരെ കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ദൈവത്തിന് എന്നെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ്, ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് നിങ്ങളുടെ കഷ്ടങ്ങളിൽ എനിക്ക് ചേർന്നുകൊണ്ട് പറയുവാൻ കഴിയുന്നത്, നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കട്ടെ. സാത്താൻ ഒരിക്കലും നമ്മുടെ മനസ്സിൽ കൊണ്ട് നെഗറ്റീവ് പറയുവാൻ ഇടയാകില്ല. ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ എന്റെ ദൈവം എന്നെ ഉപയോഗിക്കും. ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഞാൻ വീണ്ടും കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കും. ദൈവമക്കളെ, നമ്മുടെ ഫോക്കസ് നമ്മളെ കുറ്റം പറയുന്നവരിലേക്ക് തിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് നമ്മൾക്ക് ആ ദൈവസ്നേഹം നമുക്ക് അന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെ അദ്ദേഹം ആ പാട്ടെഴുതി ഈ ലോകം മുഴുവനും, ഹല്ലേലൂയ, അത് വലിയ എന്താണ്, വഴി സമാധാനം ഒരു നദി പോലെ എനിക്ക് ഒപ്പമുണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ സമുദ്രങ്ങളെ പോലെ ഉയർന്നൊഴുകുമ്പോഴും ഏതായാലും എന്നോട് പറയാൻ നീ പഠിപ്പിച്ചത് ആത്മാവിനോട് എല്ലാം നന്നായിരിക്കട്ടെ. ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. ദോസ് ഹു ആർ ലിസണിങ് ടു മീ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയുവാൻ സാധിക്കുമോ? എല്ലാം ദൈവം നന്മയ്ക്കായിട്ട്. ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. ഒരു ഉദാഹരണം കൂടെ ഞാൻ ബൈബിളിൽ നിന്ന് പഠിക്കുകയാണ്. ഈ ഒരു ഭാഗം ഇദ്ദേഹം എടുത്തത് 2 രാജാക്കന്മാർ 4-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ തൊട്ട് നമുക്ക് പഠിക്കുമ്പോൾ, ഈ ഒരു വെൽ വിത്ത് മൈ സോൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഒരു ശൂനേംകാരത്തി സ്ത്രീയാണ്. നിങ്ങൾക്ക് അതിന്റെ സ്റ്റോറി അറിയാം, പക്ഷെ ഞാൻ ആ മർമ്മങ്ങൾ ദൈവം എന്നോട് പഠിപ്പിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ശുനേംകാര്യത്തെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ മുമ്പ് ഒരു കാര്യം പറഞ്ഞു, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു, എന്റെ കർത്താവേ, ഞാൻ ദോഷമായിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, ഞാനാണ് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നോക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, ആരോടും ഒരു വിഷമമില്ല. നമുക്കെല്ലാവരും പുറകിലോട്ട് സാത്താൻ ചിലപ്പോൾ കൊണ്ടുപോകും. നമ്മുടെ വിചാരണ ഇതെല്ലാം ദൈവത്തിന്റെ കാര്യങ്ങൾ, നമ്മൾ നന്ദി പറയാനൊന്നുമല്ല, നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുവരുവാൻ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. കർത്താവേ, ഞാൻ ഇതൊക്കെ ചെയ്തല്ലോ, ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നു, ആള് പോലും കൂടെ വീട് കെട്ടിക്കൊടുത്തവൻ പോലും തിരിഞ്ഞു നിൽക്കുക. ആത്മാവ് പറയുന്നു, നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾ പോലും നിങ്ങൾക്കെതിരായി നിൽക്കുമ്പോൾ തളർന്നു പോകല്ലേ ദൈവമക്കളെ. നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് പറയുന്ന അതേ ആള് മാറിപ്പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകല്ലേ. എന്റെ ആത്മാവ് ശുഭമായിരിക്കും, കാരണം എന്റെ കർത്താവ് എന്നെ കുറിച്ച് കരുതുന്നുണ്ട്. അവൻ എന്നെ കുറിച്ച് എന്റെ രോഗത്തിന്മേൽ സൗഖ്യമാക്കുവാൻ അവന് കഴിയും. എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വിടുതൽ കൊടുക്കുവാൻ അവന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് ശൂനേംകാരിയെ കുറിച്ച് വായിക്കുമ്പോൾ 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കാണുകയാണ്, അവളുടെ ജീവിതത്തിൽ ഷീ വാസ് വെരി ജനറസ്, ഷീ വാസ് വെരി ഹോസ്പിറ്റബിൾ. അപ്പൊ ഇവിടെ നോക്കുക, അവിടെയും ജീവിതത്തിൽ ദുഃഖമുണ്ട്, നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞ് ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും എന്റെ കർത്താവേ എനിക്ക് ഇതെന്താ വരുന്നത് എന്ന് ചോദിക്കരുത്. ഇവിടെ വായിക്കുന്നത് പ്രതികൂലങ്ങൾ അനേകമുണ്ടെങ്കിലും എന്നാൽ എന്റെ ദൈവം അതിൽ നിന്നെല്ലാം എന്നെ വിടുവിക്കുന്നു എന്നുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ നാം പറയുവാൻ ശ്രമിക്കണം. നമ്മുടെ വാക്കുകളാണ് അല്ലെങ്കിൽ അനേക ജീവൻ കൊടുക്കുന്നത്. നമ്മുടെ വാക്കുകൾ അനേകരെ മരണത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ വാക്കുകളാണ് പ്രയാസം നിൽക്കുന്നത്. എല്ലാം കർത്താവ് നടത്തും. അതാ യോബിനെ കുറിച്ചൊക്കെ കർത്താവ് ഭയങ്കരമായിട്ട് പറഞ്ഞു, അല്ലേ, എല്ലാം കർത്താവ് തന്നു, എല്ലാം എടുത്തു, അവന്റെ നാമം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ MA പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ലിറ്ററേച്ചർ മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു ടോപ്പിക്കായിരുന്നു ജോബ് എന്നുള്ള പുസ്തകം. കാരണം അത്ര നിലകളില് ജോബൊക്കെ റിസർച്ച് ചെയ്യത്തക്കണം ആ പുസ്തകം മൈസൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതുപോലെ ഒരു മനുഷ്യനെ ഒരിക്കലും ആർക്കും കിട്ടത്തില്ല. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അദ്ദേഹം പറയാണ്, എവറിത്തിങ് ഗോഡ് ഹാസ് എ പ്ലാൻ. He has given to me. He has taken everything. Let his name be glorified.
അല്ലേ? ദൈവം എനിക്ക് തന്നത്, എനിക്കുള്ള പേര്, എനിക്കെല്ലാം ദൈവം തന്നതാണ് എന്ന് പറഞ്ഞ് നമുക്കെല്ലാം ദൈവം എടുത്തു കളയുമോ? നല്ല ദൈവമക്കളെ അതിന്റെ മീനിങ്. കാരണം കർത്താവിന്റെ വചനം പറയുന്നു ഹി എസ്റ്റാബ്ലിഷ് റെസ്റ്റോർ എവറിത്തിങ്, നമ്മൾക്ക് വേണ്ടി റെസ്റ്റോർ ചെയ്യാൻ കഴിവുള്ള. അപ്പം ഈ സ്ത്രീ എന്ത് ചെയ്തു? ഒരു ദൈവപുരുഷൻ ഇങ്ങനെ കടന്നു വരുന്നു എന്ന് കണ്ടുകൊണ്ട് ആ ദൈവപുരുഷനെ വീട്ടിലേക്ക് വയ്ക്കുവാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതിന് ഒരു മനുഷ്യൻ വരുന്നുണ്ട്, നമുക്ക് അവന് ഭക്ഷണം കൊടുക്കാനും വിളിക്കാനും കഴിയുമോ? നിങ്ങൾ വിചാരിക്കുന്ന സ്ത്രീകളെല്ലാം മണ്ടന്മാരാന്ന്? ഒരിക്കലും ഇല്ല കേട്ടോ. ആണുങ്ങളെ ഉള്ളൂ ഭയങ്കര കഴിവുകളൊന്നും വിചാരിക്കില്ല. സ്ത്രീകൾക്കൊക്കെ ഭയങ്കര കഴിവുള്ളവരാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ആ മനുഷ്യനെ വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ അയാളുടെ കാര്യവും നോട്ടവും പോക്കും എല്ലാം ഇവള് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഊളന്മാരൊന്നും ആരും. നമ്മൾ പലപ്പോഴും ഈ സ്ത്രീ എന്തിനാ ദൈവത്തിന്റെ ദാസന്മാരെ വിളിക്കുന്നത്? ദൈവമക്കളെ എല്ലാവരും മോശക്കാരല്ല. ദൈവദാസന്മാരൊക്കെ അനേകര് ഇന്നും ജീവിക്കുന്ന ദൈവമക്കളുണ്ട്. പാപമായി കാണുന്ന അനേക ദൈവമക്കളുണ്ട്. ഇന്ന് പാപത്തെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനേക ദൈവമക്കൾ വിശുദ്ധിയോടെ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ എല്ലാവരെയും നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവനെല്ലാം കള്ളന്മാരാണ്. ഇല്ല, ഈ സ്ത്രീക്ക് മനസ്സിലായി. ഡിസേൺമെന്റ് സ്പിരിറ്റ് ചിലപ്പോൾ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾക്ക് കാണും. പക്ഷെ നമ്മൾ വകവെക്കത്തില്ല, അല്ലേ? നമ്മൾ വകവെക്കത്തില്ല, അവരെ ഒന്നും നമ്മൾ വകവെക്കത്തില്ല. അതുകൊണ്ടാണ് ഷേക്സ്പിയറിന്റെ കാലത്തൊക്കെ നമുക്കറിയാം, ഈ ജൂലിയസ് സീസറൊക്കെ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഷേക്സ്പിയർ ഒരു കാര്യം പഠിപ്പിക്കാനാണ് നോക്കുന്നത് ഇത്രയും പുസ്തകത്തിൽ. ഓരോ അവിടെ ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ ആ പുസ്തകത്തിലെ ജൂലിയസ് സീസറിനെ എന്താണ് ഇവരെല്ലാം ബ്രൂട്ടസും കാഷ്യസും എല്ലാം വിളിച്ചുകൊണ്ടുപോയി ആ സെനറ്റിലേക്ക് കൊണ്ടുപോയി കൊല്ലുവാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിന് വലിയൊരു ഡ്രീം കിട്ടുന്നു. ആ ഡ്രീം അനുസരിച്ച് ഭാര്യ എന്ന് പറയണം, അങ്ങനെ പോകരുത്, എനിക്കൊരു ഡ്രീം ആയിരിക്കുന്നു ഇതൊക്കെ. അപ്പൊ ഈ എന്ത് പറയുന്നു, കാഷ്യസ് ഇവരെല്ലാം പറഞ്ഞു, എന്റെ രാജാവേ, നിന്റെ ഭാര്യ പറയുന്ന കേട്ടിട്ട് ഇതെല്ലാം നീ ഇവിടെ വരാതിരിക്കുകയാണോ എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നതായിട്ടുണ്ട്. ഭാര്യയെ വാക്കുകളെ തള്ളിക്കളഞ്ഞു. അവിടെ എന്നാന്നറിയാമോ ഞാൻ ബൈബിളുമായിട്ട് കണക്ട് ചെയ്യുന്നതല്ല. ഞാൻ പറയുന്നത് അദ്ദേഹത്തിനൊന്നും ഇത്രയും വെളിപ്പാട് കിട്ടിയിരുന്നില്ല. ദൈവവചനത്തിന്റെ വെളിപ്പാടില്ലാത്തവൻ അവിടെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഒരു ഭാര്യയ്ക്ക് ചിലതൊക്കെ പറയുവാനുണ്ട്. ഇപ്പം ജൂലിയസ് സീസർ പറയാൻ ആഗ്രഹിക്കുന്നത് the scenario would have been changed. അപ്പൊ ആ മനുഷ്യൻ പറയാണ്, എന്റെ ഭാര്യ പറഞ്ഞ ശരിയാണല്ലോ എന്ന് നോക്കാം. അപ്പൊ ദൈവമക്കളെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന, ഡു നോട്ട് ഡിസ്പൈസ് യുവർ വൈഫ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണറെ ഒരിക്കലും നിങ്ങൾ ഡിസ്പൈസ് ചെയ്യരുത്. അങ്ങനെ ആ മനുഷ്യനെ കയറ്റി അവർക്കൊരു റൂം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, ഇതെല്ലാം കൊടുത്തുകൊണ്ട് അവര് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദ മാൻ ഓഫ് ഗോഡ്. അത് അങ്ങനെയുള്ള മാൻ ഓഫ് ഗോഡ് ഉണ്ടായിരിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കണം. നമ്മളെ ഒരു വീട്ടിലോട്ട് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിന് തലവേദന ഒരിക്കലും ആകരുത്. അത് പാസ്റ്റർ ആണെങ്കിലും കൊള്ളാം, ഇവാഞ്ചലിസ്റ്റ് ആണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം. ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയരുത്. ദൈവമക്കളെ, എനിക്കിങ്ങനെയുണ്ട്, എനിക്ക് ഇന്ന പൈസ വേണം, അല്ലെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇതൊന്നും വേണ്ട. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ അന്നും നിങ്ങളുടെ കയ്യിലിരിക്കും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് വണ്ടി കൂടിയില്ലെങ്കിലും ദൈവമക്കളെ അവിടെ ഇരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിഷയങ്ങൾ പറയാതിരുന്നാൽ സ്വർഗത്തിലെ ദൈവം ആ വീട്ടിലെ മനസ്സിലേക്ക് അയാളോട് പറയും, ഇവന് കൊടുക്കുക. ഓടിച്ചെന്ന് ഒരു എൻവലപ്പ് കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടോ? നിങ്ങളൊക്കെ അമേരിക്കയിൽ ഞങ്ങളൊക്കെ ഭയങ്കര പൈസ ആയിട്ടുള്ളവരാണെന്നൊക്കെ ഉള്ള ചിന്ത വരുന്നതേ. വിശ്വാസത്തിൽ ജപിക്കുന്ന അനേക ദൈവമക്കളുണ്ട് ഇന്നും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജോലി ചെയ്യാനുള്ള പ്രത്യേക ഒരു വിളി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷ വേലയിൽ ഇങ്ങനെ നിൽക്കുന്നത്. എന്നാൽ ദൈവമക്കളെ സ്തോത്രം, അതുപോലെ വിശ്വസ്തരായിരിക്കണം. ദൈവദാസന്മാർ അവിടെ കടന്നു ചെന്നു. വളരെ ഒരു മാനിപ്പുലേഷനും അയാൾ ചെയ്തില്ല. അവിടെ ഇരുന്നപ്പോൾ പോകാൻ നേരത്തെ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? വാ, രാജാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, എന്തെങ്കിലും പറയണോ? പൊളിറ്റീഷ്യന്മാരാണോ? ഇന്നത്തെ കാലമാണെങ്കിൽ കാലയിലോട്ട് വീഴും. എനിക്ക് ആ മന്ത്രിയോടൊന്ന് പറഞ്ഞേക്കാമോ, എന്നെ മാക്കിനൊരു ജോലി കിട്ടാൻ, ഈ രീതിയിലാണ്. എന്നാൽ ശൂല്യംകാരത്തി അതൊന്നും പറ്റിയില്ല. തന്റെ കൂടെ നിന്ന ഗേഹസി പറഞ്ഞു, ഇവൾക്ക് ഒരു കുറവുണ്ട്, ആ കുറവ് അവൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, ദൈവം അനുഗ്രഹിച്ചു. ദൈവമക്കളെ, ദൈവദാസന്മാർ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ശപിച്ചേച്ചു പോകരുത്. അവർ പൈസ തന്നാലും ഇല്ലെങ്കിലും ശപിക്കരുത്. അവിടെ ഹൃദയത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസന്മാരോട് കർത്താവ് പഠിപ്പിച്ചു, നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിലും ഏത് ഭവനത്തിൽ ചെന്നാലും സമാധാനം എന്ന് പറയുകയും, ഒരു ദൈവത്തിന്റെ ദാസൻ, ഒരു ദൈവത്തിന്റെ പൈതൽ എവിടെ ഇരുന്നാലും എവിടെ പോയാലും സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. അതാണ് പോസിറ്റീവായിട്ട് പറയുക. ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. റിയാലിറ്റി ഒളിച്ചോടി പോകുന്നതല്ല പോസിറ്റീവ്നെസ്. വി അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്നോളജ് ദ റിയാലിറ്റി. ആ പ്രയാസം നമുക്കറിയാം, രോഗമുണ്ടെന്നറിയാം, ക്യാൻസർ ഉണ്ടെന്നറിയാം, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഒന്ന് അതിന്മേലുണ്ട്, എന്താണ്? ദൈവത്തിന് പ്രവർത്തിപ്പാൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവം എന്നോട് കൂടെയുണ്ട്. നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ചാൽ ഇന്നും ദൈവത്തിന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീടുകളിൽ പോകുമ്പോൾ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവരുടെ കുറ്റവും പറഞ്ഞ് വേറൊരിടത്തോട്ട് ചെന്നിട്ട് അവരുടെ കാര്യങ്ങളും പറഞ്ഞു ഒന്നും പറയരുത്. ദൈവമക്കളെ, ദൈവദാസന്മാർ ധനശാലികളായിരിക്കണം.
എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ചുമ്മാ സിമ്പിൾ ആയിട്ട് നമ്മൾ അവിടെ ഇവിടെയും പറഞ്ഞ അയ്യോ കേട്ടോ അതോ ഇതോ ഇങ്ങനെ ഒരുമാതിരി രീതിയുള്ള ആൾക്കാരാകരുത്. ദൈവദാസന്മാർ അദ്ദേഹം എന്ത് ചെയ്തു? നിനക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കണം? അവർക്ക് മക്കളില്ല, അവൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അടുത്ത പ്രാവശ്യം കടന്നു വരുമ്പോൾ നിനക്ക്, അല്ലെങ്കിൽ അടുത്ത സമയമാകുമ്പോൾ നിനക്ക് ഒരു കർത്താവ് ഒരു കുഞ്ഞിനെ തരും. ആ കുഞ്ഞിനെ അവൾ കൊടുത്തു. വീട്ടിൽ ഭയങ്കര സന്തോഷം. ഇപ്പൊ സന്തോഷത്തിന്റെ ജലമുണ്ട്. വെച്ച് നോക്കുക, അവളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? കർത്താവിന്റെ ദാസനെ വീട്ടിൽ വിളിച്ചു, ഭക്ഷണം കൊടുത്തു, ടേബിൾ ഒരുക്കി. ഇതെല്ലാം നമുക്കും പറയാനുണ്ട്. ഞാൻ ഇതെല്ലാം ചെയ്തതാണല്ലോ കർത്താവ്, എന്നിട്ടും എനിക്ക് പാരയാണ്. നമ്മൾ ഇങ്ങനെയാ പറയുന്നത്. നമ്മൾ പുറകോട്ട് നിൽക്കുക, സാത്താൻ പറയുന്ന പരിപാടികളാ. നീ ചെയ്തത് കർത്താവിനാ ചെയ്തത്. നീ പ്രാർത്ഥിച്ചത് കർത്താവിന്റെ മുമ്പിലാ പ്രാർത്ഥിച്ചത്. നീ അവനെ സഹായിച്ചത് കർത്താവ് നിനക്ക് തന്നത് കൊണ്ടാണ് നീ അവനെ സഹായിച്ചത്. ഇല്ലാത്ത സമയങ്ങളിൽ നീ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞാൻ ബാംഗ്ലൂരിലൊക്കെ ആയിരുന്ന സമയത്ത് ജയംപ്രദം അറിയാം, നമ്മൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് വരുന്ന പൈസ മുഴുവനും ഞാനും എൻ്റെ വൈഫും വരുമ്പോൾ പാവങ്ങളൊക്കെ ഉണ്ടെന്നും ഇപ്പൊ കത്തോലിക്ക എന്നൊക്കെ വന്നുകൊണ്ട് നമ്മൾ ഭയങ്കര ചൂടാ. കിട്ടുന്ന പൈസ എല്ലാം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നവർക്ക് നമുക്ക് കൊടുക്കും. അപ്പൊ എന്റെ മക്കളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ നേരത്തെ ചോദിച്ചു, എന്റെ ഡാഡി ഇത്രയും ലക്ഷം രൂപ നമുക്ക് അവരൊക്കെ തരാനുണ്ടല്ലോ. ഞാൻ ചിരിച്ചു. ഞാൻ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്റെ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇവിടെ വന്നത് എങ്ങനെയാ? പ്രൈസലോ, ഞാൻ ദൈവദാസനായി, വേറെ ഒന്നും നമുക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. ഞാനിവിടെ വന്ന് വലിയ ആളെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് തരാനുണ്ടായിരുന്നു? അവര് ഇത്ര ലക്ഷം രൂപ അല്ലയോ? അതിനേക്കാൾ എത്രമാത്രം ദൈവം നിന്നെ അനുഗ്രഹിച്ചു. പ്രൈസലോ. ഒരാൾ ഡോക്ടറായി, ഒരാൾ എഞ്ചിനീയറായി. ഇതൊക്കെയും നമുക്ക് അതിനൊന്നും ഉള്ള പരിപാടികളൊന്നും ഇല്ല. നമ്മളൊക്കെ ഇറങ്ങി തിരിച്ചത് അങ്ങനെയാണ്. വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ വീട്ടുകാരെല്ലാം പറഞ്ഞു ഇനി രക്ഷപ്പെടത്തില്ല. അവരുടെ കുഴപ്പമില്ല മക്കളെ. അവര് നോക്കുമ്പോൾ നമുക്ക് എന്നാ പാസ്റ്ററാന്നും പറഞ്ഞ് നടക്കുക. അവര് കെട്ടിച്ചു വിട്ടത് പാസ്റ്ററയല്ല, അവരുടെ കുഴപ്പമല്ല, നമ്മുടെ ഭാര്യ വീട്ടുകാരുടെ കുഴപ്പമല്ല. അവര് നോക്കുമ്പോൾ, ഭൗമികമായി നോക്കുമ്പോൾ ഇവനൊന്നുമില്ല. കുറച്ച് നാൾ അവരെ നിങ്ങളെ ഡിസ്പൈസ് ചെയ്തെന്നിരിക്കും, നിങ്ങളോട് ഇടപെടാതിരിക്കും, നിങ്ങളെ വിളിച്ചില്ലെന്നിരിക്കും. പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. എവിടെ നിങ്ങളെ താത്തുകെട്ടിയോ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. ഇപ്പോൾ എന്റെ ഭവനത്തിൽ എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ ഞങ്ങളെ ഫോൺ ചെയ്ത് വിളിക്കും, പ്രാർത്ഥിക്കണേ. അവരൊന്നും മോശക്കാരായിട്ടല്ല മക്കളെ, അവർ പറയുന്നത് ശരിയാ. ഇത്രയും വരെ മക്കളെ പഠിപ്പിച്ചിട്ട് വീടുമില്ല, കാര്യമില്ല, ഒന്നുമില്ല. ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് ആ വിശ്വാസത്തിന്റെ കണ്ണോടെ കാണുവാൻ കഴിയത്തില്ല. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിയില്ലേ, അവരുടെ മധ്യത്തിൽ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നിനക്ക് കർത്താവിനെ ഉയർത്തിയത്. ഇന്ന് ഹല്ലേലൂയ, നിന്നോട് ആളുകൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് കർത്താവ് നിന്നെ ഉയർത്തിയത് കൊണ്ടാണ്. ഇന്ന് നിന്നെ വിളിക്കുന്നുവെങ്കിൽ അത് കർത്താവ് നിന്നെ ഉയർത്തിക്കൊണ്ടാണ്. ഇന്ന് നിന്നോട് നല്ല സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ ദൈവം നിന്നെ ഉയർത്തിയത് കൊണ്ടാണ്. നീ അന്നും കച്ചിയടിച്ച് ഇന്നും കച്ചിയടിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരുവരും നിന്റെ അടുത്ത് വരികയില്ല. ദൈവം നിന്നെ ഉയർത്തും, യാതൊരു സംശയമില്ല. ഒരു മാനിപ്പുലേഷനിലും പോകരുത്, ഒരു കുരുട്ടുപണിക്കും പോകരുത്, ഒരു പരിപാടിയും ചെയ്യാതെ ദൈവത്തിലേക്ക് ആശ്രയിച്ചുകൊണ്ട് കർത്താവേ എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നീ കാണുന്നുണ്ട്, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. അപ്പം ഈ സ്ത്രീക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ വീട്ടിലോട്ട് വിളിച്ചു, ഞാൻ അത് ചെയ്തു, ഞാൻ ഒന്നും ഇതൊക്കെ എന്തിനാ കർത്താവേ? ഞാൻ വെറുതെ, എന്റെ ഭർത്താവ് വെറുതെ ഇരുന്നവനെ വിളിച്ചൊരു വീടും കൊടുത്തു, ടേബിളും പണിതു, ഇതെല്ലാം പണിത് തലവേദന നമുക്ക്. എന്താ കാരണം തലവേദന എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് പെട്ടെന്ന് മരിക്കുകയാണ്. ഈ കുഞ്ഞ് അപ്പന്റെ കൂടെ പോയപ്പോൾ അപ്പന്റെ അടുത്തിരുന്ന് ഈ കുഞ്ഞൊരു വാക്ക് പറഞ്ഞു, എനിക്ക് തലവേദനയാണ്, തലവേദനയാണെന്ന് പറഞ്ഞ് വിളിച്ചു പറയുക. ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തലവേദന നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയയില്ല. ദൈവത്തിന് മാത്രമേ അവരെ ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ സഭയുടെ പ്രാബല്യം നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയയില്ല. സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ ഫിക്സ് ചെയ്യാൻ കഴിയത്തുള്ളൂ. നിന്റെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങള് മറ്റുള്ളവരും നിനക്ക് ഫിക്സ് ചെയ്യാൻ കഴിയയില്ല. ഇവിടുത്തെ ഒരു കാര്യമുണ്ട്, നമുക്ക് അമേരിക്കയിൽ ജയനോടൊക്കെ ചോദിച്ചാൽ അറിയാം. കൗൺസിലിങ്ങിന് പോവുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ ചിരിച്ചുകൊണ്ട് പറയും, ആർ യു ഏബിൾ ടു ഗെറ്റ് അലോങ് വൺസ്, ട്വൈസ്, ത്രൈസ്? നോ. യു ക്യാൻ ഗെറ്റ് മാരീഡ്, ഡിവോഴ്സ്, ഐ ക്യാൻ ഹെൽപ്പ് യു. ഒരു $500 മുടക്കിയാൽ മതി, ഇവിടുന്ന് ഡിവോഴ്സിന്റെ പേപ്പർ ഞാൻ എടുത്തു തരാം. ഇതാ ഇവിടുത്തെ കൗൺസിലിംഗ്. കാരണം സ്പിരിച്വൽ അല്ലാത്ത ആളുകളുടെ കൗൺസിലിംഗ് ഇതാണ്. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം marriage is actually a covenant before God. You cannot redefine the marriage. ഒരിക്കലും ദൈവം നൽകിയിരിക്കുന്ന ആ ശുശ്രൂഷയെ മാറ്റിമറിക്കുവാൻ കഴിയില്ല ദൈവമക്കളെ. വാട്ട് ഐ ആം ട്രൈങ് ടു സേ ഈസ്, ലോകക്കാർ നിനക്ക് തരുന്ന കൗൺസിലിംഗ് അതാണെങ്കിൽ നിന്റെ കുരിശുങ്ങളുടെ പ്രശ്നങ്ങളാകട്ടെ, ഏത് പ്രശ്നങ്ങളാണേലും നിനക്ക് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. അത് ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭർത്താവ് പറഞ്ഞു, ഇതുപോലെ സുരീംകാർത്തിയുടെ ഭർത്താവ് പറഞ്ഞു, അതിന്റെ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകാൻ. കാരണം കിട്ടിയവനും നഷ്ടം അനുഭവിച്ചവനും മാത്രമേ അതിന്റെ വില അറിയത്തുള്ളൂ. നമുക്കൊക്കെ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വില പഠിപ്പിക്കണം. ചുമ്മാ എല്ലാ ഗ്ലാസ് പൊട്ടിച്ച് ഇറ്റ്സ് ഓക്കേ എന്നൊന്നും പറയല്ലേ.
ഏത് ചെറിയ കാര്യത്തിന് നമ്മൾ വില പഠിപ്പിക്കണം. ഈ അമ്മയ്ക്ക് മാത്രമേ മക്കളില്ലാത്ത സമയത്ത് അനുഭവിച്ച നിന്ദകൾ, പ്രയാസങ്ങൾ, അല്ലെ പ്രത്യാശയില്ലാത്ത അനുഭവങ്ങൾ, ഒരുപാട് കടന്നുപോയത് അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് ഈ അമ്മയ്ക്ക് സത്യം അറിയാം. അതുകൊണ്ട് ഈ പിതാവ് പറഞ്ഞു, വേഗം അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവെക്കൂ. അങ്ങനെ ഒരു നല്ല മാതാവുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പിതാവുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പിതാവ് നല്ല മച്ചുവേർഡായ ഒരു പിതാവായിരുന്നു. ഉടനെ പോയി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ തലവേദനയൊക്കെ മാറ്റണമെങ്കിൽ ഈ പിതാവിന് അറിയാം, എന്നെ കൊണ്ട് സോൾവ് ചെയ്യാത്ത കാര്യങ്ങൾ ദൈവത്തിന് സാധിക്കും. കാരണം എന്റെ ഭാര്യ പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണ്, അവൾക്ക് കിട്ടിയത് ദൈവം. സ്തോത്രം. ഇനിയും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കും. അങ്ങനെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ ഇവൾ പറയുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം. ഇന്ന് തന്നെ 2 രാജാക്കന്മാർ 4-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ വായിക്കുകയാണ്, ഈ കുഞ്ഞിനെ കൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ഡോങ്കിയൊക്കെ കെട്ടി ഭയങ്കര സ്പീഡായിട്ട് പോകാൻ പോയപ്പോഴത്തേന് ഈ ഭർത്താവ് വന്നിച്ച് പറഞ്ഞു, ഹണി, വൈ ആർ യു ഗോയിങ് ടുഡേ? ഇന്ന് ദിവസമല്ലല്ലോ, അന്ന് ദൈവത്തിന്റെ ദാസന്മാർ അവൈലബിൾ ആയിട്ടുള്ള സമയമല്ലല്ലോ, നീ പോകുന്നു. ഭാരമുള്ളവൻ മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ വിഷമിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വേദനകൾ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. അവള് പറഞ്ഞെന്താണ്? ഇറ്റ് ഈസ് വെൽ വിത്ത് മീ. ഭർത്താവിനോട് പറയാം, ഇറ്റ് ഈസ് വെൽ വിത്ത് മീ. പ്രതികൂലങ്ങൾ വരുമ്പോൾ പറയുന്ന ഭാര്യമാരുണ്ടായിരിക്കണം, നെഗറ്റീവ് പറയുന്നവരായി തീരരുത്. ഇറ്റ് ഈസ് വെൽ വിത്ത് മീ. ആ പറയാൻ കാരണം എന്താണ്? ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദ വൺ ഹു ഹാസ് ഗിവൺ മീ ഈസ് ഏബിൾ ടു ആക്ച്വലി ഗിവ് മീ ബാക്ക്, റിട്ടേൺ ടു റിസ്റ്റോർ മീ. എനിക്ക് എന്റെ ജീവിതത്തിൽ തന്നയാളിനെ എനിക്ക് തിരിച്ചു മടക്കി തരുവാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനെ ആ എലീശ കടന്ന ആ റൂമിലേക്ക് കൊണ്ട് ഇട്ടിട്ട് ഇവൾ ഓടുകയാണ്. ഇവൾ ഓടുമ്പോൾ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വെൽ വിത്ത് മീ. നോക്കി, കാരണം പ്രതികൂലങ്ങൾ വരുമ്പോൾ പറയാനും പോകുന്നത് ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല. അതാ പറഞ്ഞ പ്രതികൂലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നമുണ്ട്, ഭർത്താവിന്റെ പ്രശ്നമുണ്ട്, വീട്ടിലുണ്ട്, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ കഴിയാത്തത് സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. അവനോട് പറയാം. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കണം വിശ്വാസത്തിന്റെ വാക്ക്. ഇറ്റ് ഈസ് വെൽ വിത്ത് മീ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഓൾ റൈറ്റ്, ഗോഡ് ഈസ് ഗോയിങ് ടു ഇന്റർവീൻ മൈ പ്രോബ്ലം, ഗോഡ് ഈസ് റിയലി സെറ്റ് എവറിത്തിങ് റൈറ്റ്, ഗോഡ് വിൽ ഓപ്പൺ ന്യൂ വേസ് ഫോർ മീ. ദിസ് ഇസ് വാട്ട് നമ്മുടെ വാ കൊണ്ട് പറയുകയാണ്. ബീക്കോളെ നമ്മുടെ ബയോ ക്ലോക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം ബയോ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ബയോ ക്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ടെർമിനോളജി. നമുക്ക് എല്ലാവർക്കും ഒരു ബയോ ക്ലോക്ക് ഉണ്ട്. അതൊക്കെ നമ്മുടെ അമഗ്ദലായും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് തലാമസും ഒക്കെ ആയിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളിപ്പം 5 മണിക്ക് എഴുന്നേക്കണേ, അങ്ങനെ 5 മണിക്ക് എഴുന്നേക്ക് നമ്മുടെ ബയോ ക്ലോക്ക് വർക്ക് ചെയ്യുക. ഈ ബയോ ക്ലോക്കിനെ നമുക്ക് മാറ്റുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ. ഈ ബയോ ക്ലോക്ക് ഹാർട്ടുമായിട്ട് ബന്ധമുണ്ട്, ലിവറായിട്ട് ബന്ധമുണ്ട്, നിങ്ങളുടെ കിഡ്നിയായിട്ട് ബന്ധമുണ്ട്. ഇതെല്ലാം ഓരോ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ ഈ സമയത്ത്, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മെലാറ്റോണിൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യാൻ നിങ്ങളുടെ ബ്രെയിനിലേക്ക്. നിങ്ങൾ സമാധാനത്തോടെ കടന്നുറങ്ങുക. അപ്പോഴാണ് 5 മണിക്ക് ഒരു ക്ലോക്ക് നമ്മൾ അടിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലോക്ക് ഒന്നും വെക്കണ്ട, ഈ ബയോ ക്ലോക്കാണ് ഇതിനെ നടത്തുന്നത്. നിങ്ങളുടെ ബയോ ക്ലോക്ക് നെഗറ്റീവിലേക്ക് പിറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇറ്റ് ഈസ് വെൽ വിത്ത് മീ, വെൽ വിത്ത് മീ. ബയോ ക്ലോക്കിന് നമുക്കൊരു ചേഞ്ചസ് വരുത്താൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഹോർമോൺസ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വാക്ക്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസന്മാർ പറയുന്നത്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവിച്ചിരുന്ന എന്റെ യഹോവയെ മഹത്വപ്പെടുത്തും. And so, therefore, I am sure that I will see the goodness of the Lord in the land of living. ജീവനുള്ള പ്രദേശത്ത് എന്റെ ദൈവത്തിന്റെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൽ പറയണം. ദൈവത്തിന് സ്തോത്രം. ഇവള് പറഞ്ഞുകൊണ്ട് ഓടുന്ന സമയത്ത് എലീശ ആ ദൈവത്തെ കാർമേൽ പർവ്വതത്തിൽ ഇരിക്കുന്ന സമയത്ത് അവളെ വരുന്നതായി കണ്ടു. എന്നിട്ട് ഈ ദൈവത്തിന്റെ അവന്റെ സെർവന്റിനോട് അല്ലെങ്കിൽ ഗേഹസിയോട് പറഞ്ഞു, വരിക. അവിടെ അവർ ഓടി കടന്നു വരുന്നുണ്ട്. അവൾക്ക് എന്താണ് അതോടും ചോദിക്കുക. അവൾ സുഖമാണോ എന്ന് ചോദിക്കും. മകൾ സുഖമാണോ, ഭർത്താവ് സുഖമാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കണേ എന്ന് പറഞ്ഞു. ഇവൻ ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് വെൽ വിത്ത് യുവർ സൺ, വെൽ വിത്ത് യുവർ ഹസ്ബൻഡ്, വെൽ വിത്ത് യുവർ. ഇവൾ ഉടനെ എന്നാ പറഞ്ഞെന്നറിയാം? ഇവിടെ മരിച്ച കുഞ്ഞ് അവിടെ കിടക്കുക. ഇവള് പറഞ്ഞു, ഇറ്റ് ഈസ് വെൽ വിത്ത് മീ. എന്തൊരു ശാന്തതയല്ലേ! കള്ളത്തിലൊന്നും പറഞ്ഞല്ല, റിയാലിറ്റി റിജക്ട് ചെയ്തിട്ടും പറഞ്ഞല്ല. അവക്കറിയാം ഞാൻ പോകുന്നത് ഒരു ദൈവദാസന്റെ അടുത്തേക്കാണ്, ഒരു ദൈവ പുരുഷന്റെ അടുത്തേക്കാണ്. എനിക്ക് ദൈവം തന്നത് പുരുഷനല്ല, ദൈവമാണ് എനിക്ക് തന്നെങ്കിൽ അതേ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ എന്റെ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കും എന്ന് അവൾ പറയാം. അവിടെയും പറയുന്നു, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. പറയാൻ സാധിക്കും, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ.
നമ്മുടെ രോഗത്തെ ഒക്കെ നോക്കി എന്ന് പറയാൻ ഇറ്റ് ഈസ് വെൽ വിത്ത്. ഉടനെ നമ്മുടെ ഹോർമോൺസ് അങ്ങ് ഫയർ ചെയ്യുകയാണ് നമ്മുടെ ബോഡിയിലേക്ക്. നിങ്ങളുടെ ടയേർഡ് സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ അങ്ങ് മാറുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ബീറ്റിംഗ് എല്ലാം കറക്റ്റ് ആയിട്ട് വരികയാണ്. എന്താണ് ഇതൊക്കെ പറയാനാണ് ദൈവം നമ്മുടെ നാവിനെ തന്നിരിക്കുന്നത്. മരണവും ജീവനും നമ്മുടെ നാവിന്റെ തുമ്പിലാണ്. ഇന്ന് നമ്മൾ മരിക്കുമെന്ന് പറയുകയല്ല, നമ്മൾ ജീവിച്ചിരുന്ന എന്റെ യഹോവയെ മഹത്വപ്പെടുത്തും. എന്റെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവം ഫിക്സ് ചെയ്യും. എന്റെ ഫാമിലി പ്രശ്നങ്ങളെ ദൈവം ഫിക്സ് ചെയ്യും. ആ ഭാര്യയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഭാര്യയാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം അവരെ. കരയുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരെ, ദൈവവേലയിൽ കരുണ കാണിക്കുന്ന ദൈവമക്കളെ. നമുക്കറിയാം, നമ്മളെ ഭാര്യയും നമ്മൾ ഒരുമിച്ച് പോകുന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു കുടുംബം ശരിയാകുകയില്ല. എ ഹൗസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സെൽഫ് വിൽ നെവർ സ്റ്റേ. നമ്മൾ എന്ത് പ്രശ്നങ്ങളാണേലും രാത്രിയാകുമ്പോൾ കൈകോർത്ത് പിടിച്ച്, ഞാനും ജയനും മിക്കവാറും പറയും, ജയനും പറയുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് കൈ പിടിച്ച് കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, forgive us, O God. You have united us together. So we wanted to really make a role model and leave a legacy to our children. അതുകൊണ്ട് ഞങ്ങൾ പിണങ്ങി കിടക്കുന്നവരല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ദൈവം ഒരുമിച്ച് ചേർത്തുവെങ്കിൽ, നമ്മളെ ദൈവം ഒരുമിച്ച് ചേർത്തുവെങ്കിൽ, ദൈവം നമുക്ക് കുഞ്ഞുങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയാൻ തുടങ്ങണം, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ ചിൽഡ്രൻ, ബിക്കോസ് ഐ ബിലീവ് ഇൻ എ ഗാഡ് ഹു ഈസ് ഏബിൾ ടു ഡു എവറിത്തിങ്. ഹി ഈസ് എ സോവറിൻ ഗാഡ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഉടനെ പ്രാർത്ഥിച്ചു. അവരുടെ വേൾഡ് ഈ മനുഷ്യൻ പോവുകയാണ്. ഗേഹസിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു സ്റ്റിക്ക് എടുത്തുകൊണ്ട് നേരെ അവൾ ഈ സൂര്യൻകാര്യത്തിന്റെ വീട്ടിലോട്ട് പോകും. ഇദ്ദേഹത്തിനാണ് ഇച്ചിരി ഗമയൊക്കെ ഉണ്ട്. പതുക്കെ വടിയൊക്കെ പിടിച്ച് ആ പോക്കൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. എലീശ പുറകെ വരികയാണ്. എലീശയെ വിടത്തില്ല. ഈ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ വരണം. എന്നാൽ ഈ മനുഷ്യൻ പോയി ഈ വടിയൊക്കെ വെച്ചിട്ട് ഈ കൊച്ചൊന്നും എഴുന്നേറ്റ് വരുന്നില്ല. അങ്ങനെ ഈ വടി എടുത്തുകൊണ്ട് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ദൈവദാസന്മാരുമുണ്ട്. കാര്യങ്ങളൊന്നും നടക്കത്തില്ല. കാരണം ഹൃദയത്തിൽ ശുദ്ധിയില്ല, പരിശുദ്ധാത്മാവിൽ അഭിഷേകമില്ല. പഴയ അഭിഷേകത്തെ കൊണ്ടുപോയി എത്രയെല്ലാം ചാടിയാലും യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെ നമുക്കൊണ്ട് പേരായി, ഡിഗ്രിയായി, വലിയ കൺവെൻഷൻ പ്രാസംഗികനായി, അങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന നിലകളിൽ പണ്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവകൃപ പ്രാപിക്കുകയും ഒക്കെ ചെയ്ത ആ കൃപയൊന്നും ഇല്ലാതെ ഈ സോക്കെ എന്നുള്ള രീതി പോയി വടി വെച്ചു. വടി എന്ന് പറഞ്ഞാൽ അധികാരത്തിലാണ്. ഈ അധികാരം വെച്ചിട്ട് ഈ കൊച്ചിന് ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ ഇഷ്ടം പോലെ ദൈവദാസന്മാരുണ്ട് ഇന്ന്. പണ്ടത്തെ കൃപകളൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. നീ അന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഉടനെ മറുപടി തരുന്നു. ദൈവം അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. നിന്റെ വാക്കുകൾ പോസിറ്റീവ് ആയിരുന്നു. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ കേലേബിന്റെ സ്പിരിറ്റ് നിനക്കുണ്ടായിരുന്നു. അതെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ പ്രവർത്തിക്കും. നമ്മളുടെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. നമ്മളുടെ അനാക്യ മല്ലന്മാർ, നമുക്കൊരു പ്രശ്നമില്ല. നമ്മുടെ ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യും. ഉടനെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, this man a spirit, a different spirit. Caleb is a man with a different spirit. ഇന്ന് നിങ്ങളെ കുറിച്ച് പറയുവാൻ കഴിയുമോ? You are the person with a different spirit. എന്താ ഡിഫറൻറ്റ് സ്പിരിറ്റ്? നെഗറ്റീവ് അല്ല, പോസിറ്റീവായിട്ട് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. എന്റെ ഭവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ. ഇയാൾ പോയി ഇതെല്ലാം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് എവിടെ പ്രവർത്തനങ്ങൾ, നമുക്കറിയാം മന്ദമാകുന്ന അനുഭവങ്ങൾ, പ്രാർത്ഥനയുടെ ജീവിതം കുറയുമ്പോൾ, അല്ലെങ്കിൽ റിസൾട്ടുകൾ കുറയുമ്പോൾ നീ നിരാശപ്പെടരുത്. മുട്ടുകുത്തിയാൽ മതി. നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതത്തിലേക്ക് നടത്തും. പണ്ടത്തെ അഭിഷേകത്തെ ദൈവത്തിന് നിനക്ക് തിരിച്ചു തരുവാൻ കഴിയും. അത് ദൈവം എന്നും അഭിഷേക തൈലവുമായി. ഹല്ലേലൂയ. നമുക്കറിയാം, ശമൂവേല് ദാവീദിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഇങ്ങനെ ഈ അഭിഷേക തൈലവുമായിട്ട് നീ ആരുടെ മേലാണ് ഒഴിക്കേണ്ടത്? ഇന്ന് കർത്താവ് ഡയറക്റ്റ് ആയിട്ട് നിന്റെ അടുത്തേക്ക് വീണ്ടും അഭിഷേകത്തിന്റെ ശക്തിയുമായി കടന്നു വരികയാണ്. എവ്രിതിങ്, അതാണ് കർത്താവ് പറയുന്നത്. ദ പവർ ഓഫ് അനോയിന്റിംഗ് വിൽ ബ്രേക്ക് എവ്രി യോക്ക്. എല്ലാ യോക്കുകളെയും ഇന്ന് നെഗറ്റീവിന്റെ സ്പിരിറ്റിനെ കർത്താവ് ഇന്ന് ഉടയ്ക്കാൻ പോവുകയാണ്. ആ മനുഷ്യൻ ഏലിയാവ് വന്നു ഈ കുഞ്ഞിന്റെ മകളിൽ കയറിക്കിടന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അന്നൊക്കെ നമുക്കറിയാൻ പറ്റും അല്ലേ? നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഇതിന്റെയൊക്കെ മീനിങ് എന്താണ്? കർത്താവേ, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഈ കുഞ്ഞിന്റെ മുകളിലേക്ക് കയറിക്കിടന്നു. ആ കുഞ്ഞിന് ചൂടുണ്ടായി. കുഞ്ഞ് എഴുന്നേറ്റു. എന്നിട്ട് ഈ കൊച്ചിനെ കൊണ്ട് ആ മാതാവിന്റെ കൊണ്ട് കൊടുക്കുക. ഇതാ നിന്റെ മകൻ. ഇന്ന് ദൈവം നിനക്ക് ചിലത് തിരികെ തരുവാൻ ദൈവം വിശ്വസനാ. നീ ഒന്ന് പറയണം, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ.
ദൈവം എന്നെ കൈവിടത്തില്ല. ഇന്ന് നിന്നെ കയ്യിൽ കർത്താവ് ചിലത് ഏൽപ്പിക്കുകയാണ്. നിനക്ക് നഷ്ടമായതിനെ ദൈവം തിരികെ തരികയാണ്. ഇതാ നീ എടുത്തുകൊള്ളൂ, നിന്റെ കുഞ്ഞിനെ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കുഞ്ഞിന്റെ പ്രോബ്ലം നീ ഒരിക്കൽ സോൾവ് ചെയ്യാൻ നോക്കുമ്പോഴും കർത്താവിന്റെ അടുത്തേക്ക് കൊടുക്കുമ്പോൾ അവൻ നിന്റെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്ന ദൈവമാണ്. ഫിക്സ് ചെയ്യുന്ന പ്രോബ്ലമാണ് നിനക്ക് കൊടുക്കുവാൻ കഴിയുമോ? ഇതാ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുത്തു. അവസാനം എന്ത് ചെയ്യും? ദൈവത്തിന്റെ ദാസൻ പറയാം, ഇതാ നിന്റെ കുഞ്ഞെ. മരിച്ചു കിടന്ന കുഞ്ഞിനെ ജീവിപ്പിക്കുവാൻ, മരിച്ചു കിടന്ന ജീവിതങ്ങളെ ജീവിപ്പിക്കുവാൻ ദൈവം വചനമാകുന്ന കൃപ നിനക്ക് തന്നിട്ടുണ്ട്, അഭിഷേകം നിനക്ക് തന്നിട്ടുണ്ട്. ആയതിനാൽ ദൈവമക്കളെ, കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. കർത്താവെ, പുതിയ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ തളർന്നു പോകാതെ ദൈവമേ, നീ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കുഞ്ഞിനെ തിരികെ കൊട്ടിയപ്പോൾ അമ്മയ്ക്കുണ്ടായ സന്തോഷം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് തിരികെ ലഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ചിലരുടെ മേൽ ഈ അഭിഷേകം ഇപ്പോൾ തന്നെ ഇറങ്ങി വരട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ നിരാശകളും മാറട്ടെ. മരണത്തിന്റെ വാർത്തകൾ മാറിപ്പോകട്ടെ. രോഗത്തിന്റെ വാർത്തകൾ മാറിപ്പോകട്ടെ. ദൈവ ശബ്ദം കേൾക്കുവാനും അങ്ങനെ ആ ദൈവത്തിന്റെ ശബ്ദം നിങ്ങള് ഹല്ലേലൂയ ദൈവം മാടി വിളിക്കാൻ. ഐ വാണ്ട് ടു അനോയിന്റ് യു വിത്ത് എ സ്പെഷ്യൽ അനോയിന്റിങ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ചെയ്തതുപോലെയല്ല. അത്ഭുതങ്ങൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവകൃപ വ്യാപരിക്കും. രോഗികൾ സൗഖ്യമാകുവാൻ ഇടയാകും. എപ്പോൾ നിങ്ങൾ സമാധാനം കൊടുക്കുന്നവരായിരിക്കും, സമാധാന പ്രിയരായിരിക്കും. നിങ്ങളുടെ ഭവനത്തിൽ ഇതാ ദൈവം തിരിച്ചു നൽകുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ദൈവം തിരികെ തരുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? അതിനൊക്കെ ഉള്ള പ്രോസസ്സാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അഭിഷേകത്താൽ നിറയുക. പഴയ നമ്മുടെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള വേ അല്ല, മെക്കാനിക്കൽ വേ അല്ല, മെനിപ്പുലേറ്റിംഗ് വേ അല്ല. ദൈവത്തിന്റെ കൃപ പ്രാപിച്ചുകൊണ്ട് സുവിശേഷം പറയുക. ദൈവത്തിന്റെ കൃപയിൽ അഭിഷേകം നിറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുക. മാനസാന്തരപ്പെടുവാൻ അനേകർ ഇന്നുമുണ്ട്. കുടുംബത്തിൽ ഇതാ നിനക്ക് തിരികെ നൽകുന്നു. നിന്റെ കൃപകൾ നിനക്ക് തിരികെ തരുവാൻ ദൈവം വിശ്വസ്തനായി എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞതുപോലെ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കിയാണ്. ഇത് എത്ര പേർ ആഗ്രഹിക്കുന്നു? കർത്താവേ, I just want to receive it. I want to receive the double portion of the Holy Spirit today. കർത്താവ്, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. God bless you. Praise the Lord. ഞാനിവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള സമയമുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം ദൈവം നിങ്ങളെ മാനിക്കുവാൻ ആഗ്രഹിക്കുക. എത്ര പേര് കർത്താവേ, ഞാൻ ഇതിനു മുമ്പിൽ താഴുന്നു, ഞങ്ങൾക്കും ചില പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്യാൻ കഴിയാത്തത് നിനക്ക് ഫിക്സ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ അത് തോടട്ടെ. എൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു. എനിക്കറിയാം, കരുതുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. എൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞാനിതാ ഏൽപ്പിക്കുന്നു. ആ കുഞ്ഞിനെ എടുത്ത് ആ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളും വിലാപത്തിന്റെ റീസണുകളെല്ലാം മാറ്റി സന്തോഷത്തിന്റെ റീസണുകളെ നിനക്ക് തരുവാൻ ഇതാ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ശ്രേഷ്ഠമേറിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ പോൾ പാസ്റ്ററിനെ കൂടെ കേൾപ്പിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. നമ്മുടെ ഗ്രൂപ്പിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സാജു പാസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ബിജോയ് കുര്യോക്കസ് ദേവദാസനുണ്ട്, സിസ്റ്റർ ജയ, അതുപോലെ തന്നെ ധന്യ സിസ്റ്റർ ഉണ്ട്, സ്തോത്രം ജൂലി സിസ്റ്റർ ഉണ്ട്, അതുപോലെ എബിസൺ ബ്രദർ ഉണ്ട്, അതുപോലെ ജോയ് കല്ലശ്ശേരി, കവിത സിസ്റ്റർ, സതികുമാരി സിസ്റ്റർ, മുകുന്ദൻ പാസ്റ്റർ, അതുപോലെ സോളി സിസ്റ്റർ, സ്തോത്രം NJ റെജി പാസ്റ്റർ, അതുപോലെ തന്നെ സ്തോത്രം ബാബു പാസ്റ്റർ ഉണ്ട്, സ്തോത്രം ബെന്നി ബ്രദർ, എല്ലാവരെയും ഓർത്ത് ഷേർലി ജോൺ, സ്തോത്രം എല്ലാവരും ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനാൽ വളരെ ഒരു ബ്ലസ്ഡ് ആയിരിക്കുന്ന സ്തോത്രം ഒരു സന്ദേശം കേൾപ്പാൻ ഇടയായി തീർന്നു. നമ്മൾ ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിച്ച് നാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ സ്തോത്രം ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ ദിവസം ഇന്ന് കർത്താവിന്റെ ദാസനിൽ കൂടെ കേട്ട സന്ദേശം സ്തോത്രം ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് നാം എടുക്കേണ്ട ചില തീരുമാനങ്ങൾ, ഒരു കുടുംബത്തില് നാം എടുക്കേണ്ട ചില തീരുമാനങ്ങൾ, എല്ലാത്തിന്റെ നടുവില് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ
സ്തോത്രം. തന്റെ ജീവിത അനുഭവങ്ങൾ കോർത്തിണക്കിയിട്ടാണ് കർത്താവിന്റെ ദാസൻ ഇന്ന് പകല് നമ്മോട് സംസാരിച്ചത്. കർത്താവിന്റെ ദാസൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ബാബു പാസ്റ്ററെ, എന്നെ കേൾക്കാമോ? ബാബു പാസ്റ്റർക്ക് ആർക്കെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞാൽ ഓക്കെ പ്രാർത്ഥിച്ച് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യും. സ്തോത്രം. സജി പാസ്റ്ററെ, ഹലോ. യെസ് യെസ്. എന്റെ അമ്മായിപ്പൻ, എന്റെ എന്താ പറയാ ഭാര്യയുടെ അപ്പന് ക്യാൻസറിന്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. ഓ, അപ്പൊ RCCയിലെ ട്രീറ്റ്മെന്റ് 8-ാം തീയതി അവര് വരാൻ പറഞ്ഞിട്ടുള്ളത്. ആണോ? നമ്മളെ ബിലീവേഴ്സ് കാണിച്ച് അവിടുന്ന് റെഫർ ചെയ്ത് നമ്മളിപ്പോ RCCയിൽ 8-ാം തീയതി, അടുത്ത മാസം 8-ാം തീയതി കാണിക്കാൻ പറഞ്ഞിട്ട് തുടക്കമാണ്. ബ്ലഡ് ക്യാൻസർ ആണ്, കുഴപ്പമില്ല, മാറുന്ന അവർ പറഞ്ഞിട്ടുള്ളത്. നല്ലൊന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, വിശ്വാസത്തിൽ വന്നിട്ടില്ല, കർത്താവിനെ അറിഞ്ഞിട്ടില്ല. ഓക്കെ, ഇല്ല, നമുക്ക് കർത്താവിനെ അറിയാം. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. ഓക്കെ, ആരെങ്കിലും ഇനി പ്രാർത്ഥിക്കാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ വിഷയത്തോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പറഞ്ഞ സത്യകുമാർ സിസ്റ്ററെ. സുവിശേഷ വേലയ്ക്ക് പോകുന്നുണ്ട്. ഹോസ്പിറ്റൽ മിനിസ്ട്രി ആണ് കൂടുതൽ. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. രണ്ട് വിഷയം. ഇനി ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? സ്തോത്രം. ഓക്കെ, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. ബാബു പാസ്റ്ററെ. യെസ് യെസ്. ഒരു മിനിറ്റ് പറഞ്ഞ കേൾക്കാം. സ്തോത്രം. ഞാനും വർക്ക് ഒന്നിച്ച് ഒരിടത്താണ്. ഇവിടെ മീറ്റിംഗ് നടക്കുന്ന ഒരു സ്ഥലം വീടിന്റെ ബേസ്മെന്റിലാണ്. ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് പറയാനുള്ളത്. പ്രിൻസിപ്പൽ പാസ്റ്റർ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമുക്കറിയാം ഒരു ട്രീറ്റ്മെന്റും ചില പ്രൊസീജിയറൊക്കെ ആയിട്ട് കടന്നു പോവുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പുറത്ത് റെസ്റ്റ് എടുത്തിരിക്കുകയായിരുന്നു. ഇന്ന് ദൈവാത്ഭുതകരമായിട്ട് ഇത്രത്തോളം ആരോഗ്യത്തോടെ വന്ന് നമ്മുടെ മുമ്പിൽ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു പാസ്റ്ററിന്റെ കുറെ ടെസ്റ്റിമണീസ് ഉണ്ട്. അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാണ്. അതായത് നമ്മുടെ എബിസൺ ബ്രദറൊക്കെ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് ബാംഗ്ലൂരില് തന്റെ ശുശ്രൂഷയുടെ തുടക്ക കാലങ്ങളിൽ അതിന്റെ ചില ഗ്ലിംസസ് മാത്രമേ ടെസ്റ്റിമണി പറഞ്ഞിട്ടുള്ളൂ. തന്റെ കുടുംബത്തോടൊപ്പം വിശ്വാസത്താൽ കൊച്ചു കുഞ്ഞുങ്ങളെയുമായി കൈപിടിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഒരു തുടക്ക സ്റ്റേജുകളിലാണ് ഒരു ഭയങ്കരമായിട്ട് മിനിസ്റ്റർ അദ്ദേഹത്തെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഭയങ്കര ആദ്യത്തെ ഒരു അറ്റാക്കായിട്ട് ഞാൻ കരുതി. എൻ്റെ ഒരു തോന്നലാണ്. ഒത്തിരി ഉണ്ട്. പക്ഷെ ഒരു ഹാർട്ട് അറ്റാക്ക്, ഞാൻ കാർഡിയോളജി വർക്ക് ചെയ്യുന്നതായതുകൊണ്ടാണ് എനിക്ക് അതിന്റെ ഗൗരവം അറിയാം. കാർഡിയോളജിയിൽ വിഡോ മേക്കർ എന്നാണ് LAD, മെയിൻ ഒരു ആർട്ടറി ഉണ്ട് നമ്മുടെ ഹാർട്ടിന്റെ മെയിൻ ആർട്ടറി. ഞാൻ അതിനകത്ത് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് എൻ്റെ. ഞങ്ങൾക്ക് വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ ആ പേഷ്യൻസിന് ഞങ്ങളുടെ ടേബിളിന് മുമ്പിൽ കിട്ടിയില്ലെങ്കിൽ അവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. ചിലപ്പോൾ ടേബിളിൽ വരുമ്പോഴും പോലും ജീവനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു മൊമെന്റ്സ് ഉണ്ട്. ഞങ്ങൾ ഡോക്ടർമാർ സ്ക്രബ് ചെയ്ത് നിൽക്കുമ്പോൾ ഞങ്ങളാണ് കിടന്ന് ഓടുന്നത്. അത് ഇത് ചെയ്യുന്ന പറയും. ഞങ്ങൾ ഇങ്ങനെ കിടന്ന് ഓടും. ആ മരുന്ന് കൊടുക്കണം, ഈ മരുന്ന് കൊടുക്കണം. സെക്കൻഡ്സ് ജീവന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഒരു മിനിറ്റ്സ് ഉണ്ട്. അപ്പം എനിക്ക് മാസീവ് ഹാർട്ട് അറ്റാക്ക് അതിന്റെ ആ ഗൗരവം അറിയാം നന്നായിട്ട്. അദ്ദേഹത്തിന് ആ ടൈമിലി ഹെൽപ്പ്, അതൊരു വലിയ ടെസ്റ്റിമണിയാണ്. അത് ഇന്നത്തെ ഒരു 2 മണിക്കൂർ അദ്ദേഹത്തിന് പറയാൻ കൊടുത്താൽ അതൊക്കെ പറയാൻ പറ്റും. അതൊക്കെ ഞാൻ കേട്ടിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ദൈവം അതിനകത്ത് അത്ഭുതകരമായി തന്റെ ജീവനെ ദൈവം സൂക്ഷിച്ച്, അന്ന് ദൈവദാസന്റെ മെന്ററായിട്ടിരുന്ന ആൾ പറഞ്ഞൊരു വചനം അദ്ദേഹം എന്നോട് ഷെയർ ചെയ്ത് എന്റെ ജീവിതത്തിൽ ഒരു കാര്യമാണ്. ഗോഡ് ഹാസ് ഇൻവെസ്റ്റഡ് എ ലോട്ട് ഇൻ യു വിൽ നോട്ട് ഡൈ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതേപോലെയാണോ ഫ്രെയിം ചെയ്ത് ഞാൻ ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിലിരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് അദ്ദേഹം പറഞ്ഞ ഒരു വേർഡ്, അദ്ദേഹത്തിന്റെ മെന്റർ, ഒരു അമേരിക്കക്കാരനായ ഒരു സായി പാസ്റ്ററാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. നീ മരിക്കയില്ല, കാരണം ദൈവം നിന്നിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിലൊക്കെ ദൈവം ഓരോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും 2 ടൈപ്പ് ഫൈറ്റ് നമ്മൾ നേരിടാറുണ്ട്. സ്പിരിച്വൽ വേൾഡിനുള്ള ഡാർക്ക്നെസ് എന്നുള്ള ഫൈറ്റ്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട ചാർലി കിർക്കിന്റെ മരണത്തെ ചൊല്ലി ഒരുപാട് ചർച്ചകളും ഡിസ്കഷനും നടന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഒരു സൈറ്റാനിക് ഒരു ഗ്രൂപ്പ് ഉണ്ട് അമേരിക്കയിൽ.
ആ ഗ്രൂപ്പിന്റെ ഒരു വലിയ അജണ്ടയുടെ ഭാഗമായി അവർ വലിയ ചില പ്ലാനിങ്ങുകൾ ചെയ്തിരുന്നു. അത് 2 ദിവസം മുമ്പ് അവർ വി ആർ റിലീസിങ് കേഴ്സസ് അപ്പോൺ ചാർലി കിർക്ക് എന്ന് പബ്ലിക്കായിട്ട് അവരുടെ വെബ്സൈറ്റിൽ ഒരു പോസ്റ്റ് ചെയ്തു. ജൊനാഥാൻ ഖാൻ എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ, ഒരു ജൂയിഷ് മെസ്സിയാനിക് ജൂ, അദ്ദേഹം കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ എടുത്തിരുന്നു. ഉറ്റാവാലിയിൽ അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ ആ 2 കാര്യങ്ങൾ അദ്ദേഹം, നിങ്ങൾ കഴിയുമെങ്കിൽ ഞാൻ ലിങ്ക് പിന്നെ ഷെയർ ചെയ്യാം, നിങ്ങൾ കേട്ടിരിക്കുന്ന നല്ലതാണ്. അദ്ദേഹം പറഞ്ഞത് രത്നച്ചുരുക്കം ഇതാണ്. നമ്മൾ 2 ടൈപ്പ് ഫൈറ്റ് നമ്മൾ ഫേസ് ചെയ്യും. ആ ഫൈറ്റിൽ സ്പിരിച്വൽ വേൾഡ്, ആ അന്ധകാര ശക്തികളിൽ നിന്നുള്ള ഒരു ഫൈറ്റ് എല്ലാ ദൈവദാസന്മാർ കർത്താവിന് വേണ്ടി, നമ്മൾ ദൈവദാസന്മാരെന്നല്ല, കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങുന്ന നിമിഷം തൊട്ടുണ്ട്. അപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട്. എന്നെ സ്നാനപ്പെടുത്തിയ സമയത്ത് സ്നാനപ്പെടുത്തിയ ദൈവദാസൻ എന്നോട് അതാ പറഞ്ഞത്, നീ ഇനി തൊട്ടങ്ങ് ടീച്ചുള്ളിലൂടെ കടന്നു പോകാൻ, നമ്മൾ കാരണം ബ്ലെസ്സിങ് പ്രതീക്ഷിച്ചല്ലേ പോകും. എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇന്നും എന്റെ വാക്യമുണ്ട്, ടീച്ചുള്ളിലൂടെ നിന്നെ ദൈവം കയറ്റി വിടും. എന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ വർഷം അമേരിക്കയിൽ വന്ന നാൾ തൊട്ട് 2017 വരെ ഞങ്ങളുടെ കഷ്ടത്തിലൂടെ കടന്നുപോയി. അപ്പൊ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. കാരണം പിശാചിനറിയാം ഇവനെ കൊണ്ട് വലിയ പ്രയോജനമുണ്ട്, ഇവനെ ഇല്ലാതാക്കണം. നമ്മൾ തുടക്കം മുതലുള്ള ഫൈറ്റാണ് നമ്മൾ. ഇവിടെ ഈ ഫൈറ്റിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന രീതിക്കാണ് വ്യത്യാസം. ഞാൻ ഈ ദേവദാസനിൽ നിന്ന് എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. എന്റെ പ്രധാനമായ ലെസൺസ്, ഞാൻ ഓരോരുത്തരിൽ നിന്ന് ഓരോ ലെസൺസ് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ ബാബു പാസ്റ്റർ ഉണ്ട്, അദ്ദേഹം വേറൊരു രീതിയിലാണ് അതിന്റെ മിനിസ്ട്രി. ഞാൻ അദ്ദേഹത്തിൽ, നമ്മൾ എൻ്ററായിട്ടുള്ള മുതിർന്ന ദേവദാസന്മാരിൽ നമ്മൾ ലെസൺസ് പഠിക്കണം. അത് ഭയങ്കര അനുഗ്രഹമാണ് ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് എനിക്ക് പറയുന്നത്. നമ്മൾ അവരെ ചിലപ്പോൾ നമ്മുടെ ന്യൂ ടെക്നോളജിയിലൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ നമ്മൾ വളരെ, അവരിൽ നിന്ന് ഈ ടെക്നോളജിക്കും അഡ്വാൻസ്മെന്റിനും ഒന്നും പറ്റാത്ത ചില കാര്യങ്ങൾ അവർ മെന്റർഷിപ്പിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. അത് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശുശ്രൂഷയിൽ നമുക്ക് ശോഭിക്കാൻ കഴിയില്ല. പലർക്കും പല ന്യൂ ജനറേഷനിൽ പറ്റുന്ന കുഴപ്പമില്ല. നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ വാക്കുകൾ. ചർച്ച് മിനിസ്റ്റർ ഒരു ഗ്രൂപ്പാണ്, ഒന്നിച്ച് ഒരു കൂട്ടായ പ്രവർത്തനം. ഒരു വ്യക്തിയിൽ ഫോക്കസ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ദൈവം ഇടപെട്ടൊരു കാര്യമാണ്, ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്ത് മിനിസ്ട്രി നമ്മൾ പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ മാത്രമേ നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ളൂ. നമ്മുടെ ക്രിസ്തുവിന് മാത്രമേ നമുക്കെതിരെയുള്ള ഫൈറ്റുകൾ എടുക്കാൻ പറ്റൂ. ഇവിടെ ജനം തെറ്റിദ്ധരിക്കുന്നു. ന്യൂ ജനറേഷൻ ചർച്ചകളുടെ തെറ്റിദ്ധാരണയാണ് ഒരു വ്യക്തിയെ പ്രത്യേക ഒരു ഫോക്കസ് ചെയ്ത് വലിയ മിനിസ്ട്രി ബിൽഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിന്റെ സഭ പണിയാൻ പറ്റത്തില്ല. കർത്താവ് പണിത സഭ പാതാള ഗോപുരങ്ങൾ ജയിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാതാള ഗോപുരങ്ങളുടെ ശക്തിയെ ജയിക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ നമ്മളെ മുന്നിൽ നയിക്കുവാനും നമ്മളെ ജയിപ്പിക്കുവാനും കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ ആത്മീക പൈശാചിക മേഖലകൾ നമ്മുടെ ദൈവദാസന്മാരെതിരെ ഉന്നയിക്കുന്ന ശക്തികൾ, അവരുടെ പൈശാചികമായ ശക്തികളെ എതിർത്ത് ജയിക്കുവാൻ സഭയുടെ കൂട്ടായ പ്രാർത്ഥന വേണം. സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവദാസന്മാരെ പൈശാചിക ശക്തികൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അവർ കൂടുതൽ ആയുസ്സോടെ ഇരുന്ന് കർത്താവിന്റെ ഹിതം അത് നമ്മൾ ചോദ്യം ചെയ്തില്ല. നമ്മൾ അതൊരു വേറൊരു പോയിന്റ് ആണ്. കാരണം സ്തേഫാനോസിന്റെ മരണം, രക്തസാക്ഷിത്വ മരണം, ചാർലി കിർക്കിനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുതേ അദ്ദേഹത്തിന് ദൈവം പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവില്ല എന്ന്. ദൈവത്തിന് ചില മരണങ്ങളെ കുറിച്ച് പദ്ധതിയുണ്ട്. സ്തേഫാനോസിന്റെ മരണം അത് ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു പദ്ധതിക്ക് വേണ്ടിയായിരുന്നു. നമുക്കതറിയാം, അതിന്റെ ചരിത്രം അറിയാം. ചാർലി കിർക്കിന്റെ മരണം ഒരു വ്യത്യസ്തമായ പദ്ധതിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പല കാരണങ്ങളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ അമേരിക്കയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു, ആ നീതിമാന്റെ രക്തത്തിന് വില ഈ ദിവസങ്ങളിൽ കാണും. സ്തോത്രം. അത് ആ സഹോദരി പറഞ്ഞു ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്. ഞാൻ ഇന്ന് രാവിലെ ചിന്തിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഞാൻ എന്റെ ഭർത്താവിന്റെ കൊലപാതകയോട് ക്ഷമിക്കുന്നു. പക്ഷെ എനിക്കറിയാം അവർ പറയാത്തൊരു കാര്യം അവരുടെ മനസ്സിലുണ്ട്. അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയോട് ഞാൻ ക്ഷമിക്കില്ല, ഞാൻ അതിനോട് പോരടിക്കും. നമുക്കെതിരെ വരുന്ന ദൈവരാജ്യത്തിനെതിരെ വരുന്ന ശക്തികൾ വ്യക്തികളല്ല. ദൈവദാസന്മാരെ, വ്യക്തികൾക്കെതിരെ നമ്മൾ പോരടിക്കാൻ പോയാൽ നമ്മുടെ റിയൽ ഫോക്കസ് നഷ്ടപ്പെടും. നമ്മുടെ ഫോക്കസ് പൈശാചിക ശക്തികൾക്കെതിരെയാ, വ്യക്തികൾക്കെതിരെയല്ല. അത് മനസ്സിലാക്കുന്ന ദൈവദാസന്മാരെ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ഈ പൈശാചിക ശക്തിന്മേൽ ജയമെടുത്ത് സഭയുടെ പണി തുടരാം. ഹല്ലേലൂയ. നമുക്ക് ദൈവദാസനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പ്രത്യേകിച്ച് ദൈവദാസനെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ഞാൻ ടൈം എടുത്തത്. താങ്ക് യു ജയം ബ്രദറെ. കർത്താവ് ആമേൻ, സ്തോത്രം. ദൈവം നടത്തട്ടെ. തീർച്ചയായിട്ടും പറഞ്ഞ പ്രാർത്ഥന വാചകങ്ങൾ അതെ തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബാബു പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്ന് രാത്രിയിൽ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ ദാസൻ കെ.സി. പോൾ പാസ്റ്ററിൽ കൂടെ നല്ല സന്ദേശം കേൾപ്പാൻ ഇടയായി തീർന്നു. 3 പ്രാർത്ഥന വിഷയങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ മുകുന്ദൻ പാസ്റ്ററുടെ ഫാദർ ഇൻ ലോ, അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസറിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ആണ്.
RCCയിലേക്ക് നെക്സ്റ്റ് മന്തിലെ 8-ാം തീയതി പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സതികുമാരി സിസ്റ്റർ ഹോസ്പിറ്റൽ മിനിസ്ട്രിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ ദാസയിൽ കൂടെ സൗഖ്യം വിടുതലും കർത്താവ് നേരിട്ട് കൊടുക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ജയം ബ്രദർ ഇപ്പോൾ സ്തോത്രം ഒരു പ്രാർത്ഥന വാചകം പറഞ്ഞു. KC പോൾ പാസ്റ്റർ അനുഭവത്തിൽ കൂടെ ദൈവദാസന്മാരുടെ നേരെ പല നിലകളിലും പൈശാചിക ശക്തികള് അവരുടെ കുടുംബങ്ങളുടെ നേരെ, ഭാര്യ ഭർത്താക്കന്മാരെ, അതുപോലെ തന്നെ സഭയും വിശ്വാസവും ഒക്കെ വ്യത്യസ്തമായ തലത്തില് പൈശാചികം പോരാടുന്നു. നടുവിലൊക്കെയും നമ്മുടെ അഭിഷിക്തന്മാർ, അവരുടെ കുടുംബം, തലമുറ ഒക്കെ സൂക്ഷിക്കപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ CBSA ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഉപവാസം പ്രാർത്ഥിച്ച് ഇപ്പോൾ ആശീർവാദം പറയുമല്ലോ. സ്തോത്രം. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ജയം പറഞ്ഞ ആ വാക്ക് അവസാന ഭാഗങ്ങൾ ഞാൻ കേട്ടു. ആമേൻ. ദൈവമക്കൾക്ക് ആര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്നു അവർക്കെല്ലാം പോരാട്ടമുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഒരു പോരാട്ടക്കളത്തിലാണ്. ആമേൻ. നമ്മള് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരാം. ആമേൻ. ഏത് സമയത്തും തന്ത്രപൂർവ്വം, നേരിട്ടല്ലെങ്കിലും തന്ത്രപൂർവ്വം പിശാച് നമ്മളെ തകർക്കുവാൻ ശ്രമിക്കും. പിശാചിന്റെ തന്ത്രങ്ങളോട് നാം ഈ ദിവസങ്ങൾ എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10, 11, 12 വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം നമുക്ക്, ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് 2 രീതിയിലുള്ള സംരക്ഷണം തന്നിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തു നിൽക്കുവാനും, ഒന്ന് ധരിച്ചു നിൽക്കുവാനും. ധരിക്കുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയും, അമീൻ അമീൻ, എടുക്കുന്നത് സ്തോത്രം നമ്മളെ വരുന്നതിനെ നമ്മൾ അറ്റാക്ക് ചെയ്ത് പോവാൻ. ഇത് സ്പിരിച്വൽ വാർഫെയർ. അമീൻ. നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല. അമീൻ. തുടക്കം ശുശ്രൂഷ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന മിനിസ്റ്റേഴ്സ്, പാസ്റ്റേഴ്സ്, പ്രവാചകന്മാര്, അപ്പോസ്തലന്മാര്, അങ്ങനെയുള്ള മിനിസ്റ്റേഴ്സിന് കൂടുതലായിരിക്കും അറ്റാക്ക്. അവരുടെ കുടുംബത്തോട് അറ്റാക്ക് ആയിരിക്കും, അവരുടെ ഫാമിലി, കുഞ്ഞുങ്ങൾ, തലമുറയോട്, അവരുടെ ശുശ്രൂഷയോട്, അവരുടെ എല്ലാ വിഷയത്തോടും ഏത് രീതികളിൽ തകർക്കുവാൻ ആമേൻ അറ്റാക്ക് നടന്നുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ ചാർലി കിർക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, സ്തോത്രം. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തീർന്നു. സ്തെഫാനോസ്, അപ്പോസ്തല പ്രവൃത്തികൾ 6, 7, 8 ആ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്ന നമുക്ക് 7-ാം അധ്യായം. ഒറ്റ ശുശ്രൂഷ ചെയ്തുള്ളൂ. ആ ഒരു ശുശ്രൂഷ അത് മതിയായിരുന്നു. അതിൻ്റെ അകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അബ്രഹാം മുതൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ശുശ്രൂഷിച്ച ശുശ്രൂഷയുടെ ഭാഗങ്ങൾ, വാക്കുകൾ നമ്മളൊന്ന് കേട്ടാൽ നമുക്ക് ഇരട്ടി ധൈര്യം പ്രാപിക്കും. അത് തീർന്നു, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തീർന്നു. പക്ഷേ ശത്രു വിചാരിച്ചു ഈ ഒരു സ്തെഫാനോസിനെ കൊന്നത് കൊണ്ട് ഈ ശുശ്രൂഷ തീർന്നെന്ന്. ശക്തിയേറിയ ഒരു പൗലോസിനെ എഴുന്നേൽപ്പിക്കാൻ ദൈവം കഴിഞ്ഞു എന്ന് മറന്നു പോകരുത്. ഒരു പോയാൽ 10,000-കണക്കിന് എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അത് എഴുന്നേൽപ്പിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ വിളിച്ച് അങ്ങ് കർത്താവ് കൊണ്ടുപോയത്. അതിനനുവദിച്ചത്. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ആമേൻ. ഇന്ന് കർത്താവിന്റെ ദാസനിലൂടെ പറഞ്ഞ പ്രശ്നം വന്നാൽ, പ്രതിസന്ധി വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ള ആ കാര്യമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടമുണ്ട്. അതെന്തിനാന്നറിയാം? സ്തോത്രം. ആമേൻ, 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 ആമേൻ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ, നമ്മളിൽ വെളിപ്പെടാനുള്ള ഒരു തേജസ് ഉണ്ടെന്ന്. ആമേൻ. നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ലെന്ന്. പ്രതികൂലം എന്ത് വന്നോട്ടെ, പ്രശ്നങ്ങൾ എന്ത് വന്നോട്ടെ, പരിഹരിക്കാൻ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വാവിൽ നിന്ന് വരുവാൻ ഇടയായി തീരട്ടെ. വിശ്വാസത്തിന്റെ വാക്കുകൾ ഏത് സമയത്തും നമ്മുടെ നാവിൽ നിന്ന് വരുവാൻ ഇടയായി തീരട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഒരു മനസ്സോടെ, ഐക്യതയോടെ, പൂർണ്ണാത്മാവിൽ, പൂർണ്ണ മനസ്സോടുകൂടി
കർത്താവെ, ഈ ക്രൈസ്റ്റ് ബൈബിൾ ചർച്ചിന്റെ സഭയുടെ അമേൻ സ്തോത്രം ആരാധനയുടെ ലാസ്റ്റ് മോമെന്റിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദൃശ്യമായ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ടൈം സോണിൽ ഞങ്ങൾ ആയിരിക്കുന്നു എങ്കിലും ആത്മമണ്ഡലം ഒരുപോലെ ഞങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം. അമേൻ സ്തോത്രം സ്തോത്രം. പ്രാർത്ഥനാ വിഷയത്തിനായി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ കർത്താവെ, 3 ഫാദറിലോയ ബ്ലഡ് ക്യാൻസറാൽ അമേൻ ഭാരപ്പെടുന്നു. എന്റെ ആദ്യത്തെ സ്റ്റേജിലാണെന്ന് ഞങ്ങൾ കേട്ടു. അമേൻ കർത്താവെ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അമേൻ വിചാരിക്കുന്നു. എന്നാൽ ദൈവത്തിന് സൗഖ്യമാക്കുവാൻ അമേൻ നിന്റെ കരം ഒന്ന് നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്പഴുതുള്ള ആ കരം ഒന്ന് തൊട്ടാൽ അമേൻ വിടുതലാണല്ലോ. വചനം അയച്ച് സൗഖ്യമാക്കുന്നവൻ നീയാണ്. നിന്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന തിരുവചനം ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അദർശകരം നീട്ടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളാൽ നിറയ്ക്കട്ടെ കർത്താവെ. കഴിഞ്ഞ ദിവസം അമേ കണ്ണിന് സുഖമില്ലാതിരുന്ന അമേ സോളിക്കായ സ്തോത്രം കർത്താവെ. അമേ കവിതാ സൃഷ്ണായ സ്തോത്രം കർത്താവെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവെ. ദൈവം വിടുതൽ കൊടുത്ത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവെ. വീണ്ടും നീ ബലപ്പെടുത്തണമേ. കവിതാസിന്റെ ഹോസ്പിറ്റൽ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവമേ, എന്നിട്ട് ദാസി അമ്മയെ കടന്നു ചെല്ലുമ്പോൾ, കരം ചവിട്ടുമ്പോൾ അന്ധകാര ശക്തികൾ മാറി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ സാന്നിധ്യമോട് ഇറങ്ങി രോഗികൾ സൗഖ്യമാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മിറക്കിൾ ഈ ദിവസങ്ങൾ അമ്മയെ പ്രവർത്തിക്കട്ടെ. സ്തോത്രം കർത്താവെ. കഴിഞ്ഞ നാളുകളിലെ കർത്താവെ സ്തോത്രം സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടല്ലോ. അമ്മേ, നീ ഇന്നും നിലനിർത്തിയിരിക്കുന്നത് നിനക്കൊരു പ്ലാൻ ഉണ്ടല്ലോ, നിനക്കൊരു പദ്ധതി ഉണ്ടല്ലോ. ശാരീരികമായി നീ ബലപ്പെടുത്തി ആരോഗ്യത്തോടെ ബലത്തോടെ അന്ത്യനിമിഷം വരെ കർത്താവിന് വേണ്ടി ഓടുവാൻ, അധ്വാനിക്കുവാൻ, പ്രവർത്തിക്കുവാൻ വചനം പറഞ്ഞു കൊടുക്കുക. ശക്തിയോടുകൂടി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ തക്കവണ്ണം, വിടുതലുകൾ നടക്കുവാൻ തക്കവണ്ണം, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകള് ശുശ്രൂഷകള് നിവർത്തീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് വീണ്ടും നീ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും സിദ്ധത ഞങ്ങളുടെ പ്രത്യാശയും വർദ്ധിപ്പിക്കുന്നുവെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആ പ്രത്യാശയിൽ എല്ലാവരും ആയിരിക്കാൻ, ലൈനിലായിരിക്കുന്ന എല്ലാവരെയും അമ്മയെ പാടിയ അമ്മയെ സ്തോത്രം ബേബിച്ചാനെ കുടുംബത്തെയും, അമ്മയെ ലീഡ് ചെയ്ത സജിവാസ കുടുംബത്തെയും, ജയൻ ബ്രദർ കുടുംബത്തെയും, അമ്മയെ ബാക്കിയുള്ള ലൈനിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരും, എല്ലാ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും തലമുറകളും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. ആവശ്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം കരം നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി എല്ലാവരും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് സഭയെയും അമ്മയെ സഭയിലുള്ള എല്ലാ ലീഡേഴ്സിനെയും ശുശ്രൂഷന്മാരെയും അമ്മയെ പ്രവർത്തിക്കുന്ന എല്ലാ വിശ്വാസികളും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളെ മാനിച്ചാട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സ്തോത്രം. സകലേശ്വരത്തിന്റെ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. സ്തോത്രം. അമ്മേ, വിശ്വാസത്തിന്റെ സ്തോത്രം കർത്താവേ. ശുശ്രൂഷ വീണ്ടും മാനിക്കണമേ, അനുഗ്രഹിക്കണമേ, ദൈവം മഹത്വം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, സ്തോത്രം സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും നമ്മുടെ മേലും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും പ്രത്യേക സഭയുടെ മേലും ഇപ്പോഴും എന്തേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, താങ്ക് യു. എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജയം ബ്രദർ, എല്ലാവരും, എല്ലാ ദൈവദാസന്മാരും വളരെയധികം സ്നേഹത്തോടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചല്ലോ. അതിനായിട്ട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു എല്ലാവരെയും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. KC പോൾ പാസ്റ്റർ, ബാബു പാസ്റ്റർ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജയബ്രദറെ സ്തോത്രം.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഡ്രൈവ് ചെയ്യാണ്, എന്നിട്ട് നിർത്താവല്ലോ അല്ലെ? വേറെ ആർക്കും എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ഓക്കെ മെസ്സേജ്? ഓക്കെ ഓക്കെ. ഞാൻ ഇടയ്ക്ക് വെച്ചോട്ടെ, ഇവിടെ ഒരു ജോർജ് കുട്ടി പാസ്റ്റർ ലൈനിലുണ്ടായിരുന്നു, ഇവിടെ ന്യൂയോർക്കിലുണ്ടെന്ന് പറയാൻ. അതിന്റെ ജോർജ് കുട്ടി പാസ്റ്റർ ഈ ലൈനിലുണ്ടോ? തുടക്കത്തിലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ഒരു ജോർജ് കുട്ടി പാസ്റ്റർ ഇവിടെ ന്യൂയോർക്കിലുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചായിരുന്നു. ഈ ലൈനിലുണ്ടോ ഇപ്പോ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം. ഇനി ഞാൻ ഓക്കെ ജയമ്പതരെ, എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. എന്ത് ചെയ്യുവാ? ശരി.